ഇത്ര നേരം ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കണ്ടായിരുന്നോ? ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഇംഗ്ലീഷിന്റെ കാര്യം റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാണ്. വെരി സോറി. റെക്കോർഡിങ് കേൾക്കുന്ന കുട്ടികള്, നമ്മൾ പഠിച്ചത് തുടക്കം തൊട്ട് ഒന്നും കൂടി ഞാനൊന്ന് പറയാം. ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയ കാര്യം. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഒരു ചെറിയ PSC ചോദിക്കുന്ന ഒരു സ്പെല്ലിംഗ് ടെസ്റ്റ് ആണ്. ഗ്രാമർ എന്താണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഗ്രാമറിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചു. ഗ്രാമറിൽ അമ്മ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. AMMA ആണ്, ഈ അല്ല എന്നുള്ളൊരു കാര്യം പഠിച്ചപ്പോൾ ഗ്രാമർ അവിടെ തുടങ്ങി. ഇനി അത് കഴിഞ്ഞ് നമ്മൾ സെന്റൻസ് എന്നുള്ളൊരു കാര്യം, സെന്റൻസ് എന്ന് പറഞ്ഞ വാക്യം, വാചകം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് സെന്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് എ കംപ്ലീറ്റ് സെൻസ്. അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടുന്ന ഒരു കൂട്ടം പദങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റൻസ് എന്ന് പറയുന്നത്. പുതിയ തിയറീസ് പ്രകാരം ഒരു വാക്ക് ഒറ്റയ്ക്ക് നിന്ന് അത് കൃത്യമായിട്ടൊരു അർത്ഥം കൺവേ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയും നമ്മൾ സെന്റൻസ് ആയിട്ട് കണക്ക് കൂട്ടും. ഫോർ എക്സാമ്പിൾ, ടീച്ചർ എന്ന് പറയുന്ന ഒരു വാക്ക്, ഓക്കെ, ടീച്ചർ എന്ന് പറയുന്ന ഒരു വാക്ക്, ടീച്ചർ എന്ന് പറയുന്ന ഒരു വാക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നു, അതിന്റെ അർത്ഥം കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോ ദേവിക ഈസ് കമ്മിങ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്. ദേവിക വരുന്നു എന്ന് പറയുന്നത് നമുക്ക് സെന്റൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ദേവിക കമ്മിങ് ഈസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നെയാണ്, പക്ഷെ അത് കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് സെന്റൻസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സെന്റൻസ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. അതായത് കൃത്യമായിട്ട് അർത്ഥം തരുന്ന പദങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ സെന്റൻസ് എന്താണെന്നുള്ളത്? ഇത് ഓൾറെഡി ഇപ്പോൾ ഞാൻ പറഞ്ഞു, ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു തീർത്തു. ഇനി അടുത്ത ഒരു കാര്യത്തിലേക്ക് പോവാം. നമുക്ക് 4 തരത്തിലുള്ള സെന്റൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 തരത്തിലുള്ളത്. ഇതിന്റെ കൂടുതൽ ജസ്റ്റ് ഞാനിപ്പോ ഒരു ബേസിക് ഐഡിയ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞു തരുന്നുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഈ സെന്റൻസുകളുടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതിനെ കൺവേർട്ട് ചെയ്യാനൊക്കെ ഉള്ള ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് ശേഷം പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കുക, നമുക്ക് 4 തരത്തിലുള്ള സെന്റൻസുകളാണ് നമുക്കുള്ളത്. ഓക്കെ, 4 തരത്തിലുള്ള വാക്യങ്ങളാണ്, 4 തരത്തിലുള്ള വാചകങ്ങളാണ് നമുക്ക് നിലവിൽ ഉള്ളത് എന്നുള്ളത്. ഫസ്റ്റ് ടൈപ്പിനെ പറയുന്ന പേരാണ് ഡിക്ലറേറ്റീവ് ടൈപ്പ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. അതിന് തന്നെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയും. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, അങ്ങനെ നിങ്ങളോട് ചോദ്യം ചോദിക്കില്ല അതിൽ നിന്ന്. എന്താണെന്നുള്ളതും ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത് താഴെ തന്നിരിക്കുന്നത് എന്താണ് അസേർട്ടീവ് സെന്റൻസ് എന്നോ അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്തൊക്കെ കൈൻഡ്സ് ഓഫ് സെന്റൻസ് ഉണ്ടെന്നുള്ളതോ അങ്ങനെയല്ല PSC ചോദ്യം ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിനു വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ്. ഫസ്റ്റ് അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. അതിനൊപ്പം വിളിക്കുന്ന വേറൊരു പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ എന്തെങ്കിലും അർത്ഥം അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന്? ഡിക്ലറേറ്റീവ് എന്ന് പറയുന്ന ഒരു വാക്ക്, ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഹി ഡിക്ലയേർഡ് എന്നൊക്കെ പറയുന്നുണ്ടാവും. ഹി ഡിക്ലയേർഡ്, അവൻ പ്രഖ്യാപിച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അവൻ പ്രസ്താവിച്ചു എന്നൊക്കെയാണ് അതിന്റെ മലയാളത്തിലുള്ള അർത്ഥമായിട്ട് വരുന്നത്. അസേർട്ടീവ്, അസേർട്ട് ചെയ്തു പറഞ്ഞു എന്നുള്ളതാണ്, അതായത് പ്രസ്താവിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത്. പ്രസ്താവന വാക്യം എന്ന് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പറയാം. ഓക്കെ, പ്രസ്താവന വാക്യം. ഓക്കെ, അതൊരു പ്രസ്താവനയാണ്. ഇപ്പൊ എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രസ്താവനയുടെ ഒരു എക്സാമ്പിൾ പറയാൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഐ ആം ടീച്ചിങ്, യു ആർ സ്റ്റഡിങ്, ഐ ആം സ്റ്റഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് പറയുമല്ലേ, ഒരു പ്രസ്താവന അവിടെ പറയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കഴിക്കുകയാണ്, ഞാനൊരു സ്റ്റുഡന്റ് ആണ്, സാർ ഒരു ടീച്ചറാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു പ്രസ്താവനയാണ്. അത് നമ്മൾ പറയും, ആ പ്രസ്താവിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ അസേർട്ട് ചെയ്യുക എന്നാ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ പ്രസ്താവിക്കുന്ന വാക്കുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയും. ഓക്കെ, ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ്. ഓക്കെ, ക്ലിയർ ആണോ? അസേർട്ടീവ് എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലായോ പേരിന്ന്? ഇനി മനസ്സിലായെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് സെന്റൻസിലേക്ക് നോക്കുക. ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ററോഗേഷൻ നമ്മൾ ഈ CBI സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ ഇന്ററോഗേഷൻ? ഇൻവെസ്റ്റിഗേഷൻ അല്ല,
ഇന്ററോഗേഷൻ. ഇന്ററോഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് അർത്ഥം. ചോദ്യ രൂപത്തിലുള്ള വാക്കുകൾക്ക് അല്ലെങ്കിൽ വാചകങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ചോദ്യവാക്യം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഇന്ററോഗേഷൻ ചോദ്യം, ചോദ്യവാക്യം. നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. ചോദ്യവാക്യം. ഇനി മൂന്നാമത്തെ ഇംപെററ്റീവ് സെന്റൻസ്. ഇംപെററ്റീവ് സെന്റൻസ്. ഇംപെററ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ. ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ. ഓക്കെ, ഇതാണ് ഇംപെററ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോയി പഠിക്കടാ, പോയി പഠിക്കടാ, ഗോ ആൻഡ് സ്റ്റഡി. എന്ന് നിങ്ങളോട് പറയില്ലേ? പോയി എക്സാം എഴുതടാ, മര്യാദക്ക് ക്ലാസ്സിൽ കയറടാ, ക്ലാസ്സിൽ മര്യാദക്ക് ഇരിക്കടാ. അഭിരാമി ഇപ്പൊ വന്നിട്ടുള്ളൂ, അഭിരാമിനെ ഒന്ന് പേടിപ്പിച്ചേക്കാം. അഭിരാമി എവിടെയായിരുന്നു ഇത്രയും ദിവസം? അത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അഭിരാമി പഠിച്ചോ? അതും ക്വസ്റ്റ്യൻ ആണ്. അഭിരാമി പഠിക്കൂ, അതൊരു ആജ്ഞയാണ്. അഭിരാമി വാതിലടയ്ക്കൂ, അതൊരു ആജ്ഞയാണ്. അഭിരാമി വാതിലടയ്ക്കാമോ? അതൊരു അപേക്ഷയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആജ്ഞയോ അപേക്ഷയോ പോലെയുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപെററ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇംപെററ്റീവ് സെന്റൻസ് എന്താണെന്ന് മനസ്സിലായോ? ഇംപെററ്റീവ് സെന്റൻസ്. ഇനി ഒരെണ്ണം കൂടിയാണ് നമുക്കുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസ്. നമ്മുടെ ആശ്ചര്യം, ആഹ്ലാദം, അമിതമായിട്ടുള്ള എക്സ്പ്രഷൻസ്, ഇത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഫസ്റ്റത്തെ സെന്റൻസ് നമുക്ക് അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ എല്ലാം കൂടി നമ്മളൊന്ന് സ്ലൈഡ് നോക്കുവാണ്. അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളോ അസേർഷനോ പറയുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് എന്നൊക്കെ പറയുന്നത്. വിഷ്ണു ഇസ് എ ടീച്ചർ, ആലുവ ഇസ് എ ബ്യൂട്ടിഫുൾ സിറ്റി, ഐ ആം സ്റ്റഡിയിങ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ലെയർ ചെയ്യാം അല്ലെങ്കിൽ അസേർട്ട് ചെയ്യാം. ഈ തരത്തില് വരുന്ന വാക്കുകളെ, അതായത് നമ്മളൊരു പ്രഖ്യാപനം, പ്രസ്താവന ഒക്കെ നടത്തുന്ന വാക്കുകളെയാണ് അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പഴഞ്ചൊല്ലുകളൊക്കെ ഇല്ലേ? സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, അതൊക്കെ ഈ പറയുന്ന അസേർട്ടീവ് സെന്റൻസിന്റെ ഒക്കെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അസേർട്ടീവ് സെന്റൻസിന്റെ കീഴിൽ വരുന്നതാണ്. വിത്തെന്തിന് അല്ല, ഈ നത്തെന്തിന് നന്നാഴി എന്നൊക്കെ ചോദിക്കുന്നത് അസേർട്ടീവ് അല്ല, അത് പഴഞ്ചൊല്ലാണ്. പ്രസ്താവന പോലെ സൂര്യൻ അവിടെ ഉദിക്കുന്നു, ശൈലികളൊക്കെ വരുന്ന കാര്യങ്ങൾ അസേർട്ടീവ് ടൈപ്പിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്ക്. ഒരു കാര്യം, ഒരു സെന്റൻസ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. അതിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് മാത്രമാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഓക്കെ, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് മാത്രമാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഓക്കെ, അപ്പൊ അത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ളത് ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു സെന്റൻസ് ഞാൻ പറയാണ്, ഹൗ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ നമ്മുടെ സലിംകുമാർ പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ, ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ഈ ഡയലോഗ് നമ്മൾ എഴുതുവാണ്, ഞാൻ എഴുതി ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് മാത്രം എഴുതി. ആ എഴുതിയല്ലേ ക്വസ്റ്റ്യൻ മാർക്ക് അവസാനം ഇട്ടില്ല. അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണോ? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണോ? എങ്ങനെ? എന്തുകൊണ്ടല്ല? എന്തുകൊണ്ടല്ല? ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും അവസാനം എഴുതിയത് ഇങ്ങനെയാണ്, ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് എഴുതി ഞാൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടില്ല, ഞാനൊരു അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ. കിട്ടുന്ന അർത്ഥം എക്സ്ക്ലമേഷൻ ആണ്, പക്ഷെ അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെന്നുള്ളതും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാര്യം എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ഈ ഇന്ററോഗേറ്റീവ് പോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് പറയുന്ന സമയത്തും ഉള്ള ഒരു കാര്യമാണ് അതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് എന്നുള്ളത്. വാട്ട് എ ഷോട്ട്, ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സെന്റൻസ് നല്ല വ്യക്തമായിട്ട് അർത്ഥത്തിൽ പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓരോ ഫുൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലും ക്വസ്റ്റ്യൻ മാർക്ക് ആയി കഴിഞ്ഞാലും
എക്സ്ക്ലമേഷൻ മാർക്ക് ആയി കഴിഞ്ഞാലും ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും ഇല്ലാതെ ആ സെന്റൻസ് കൃത്യമായുള്ള രീതിയിലുള്ള യൂസേജ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സെന്റൻസ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനം ആശ്ചര്യചിഹ്നം ഉണ്ടാവും അഥവാ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. ഇനി ഇമ്പറേറ്റീവ് സെന്റൻസിലോ അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസിലോ അങ്ങനെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ മാർക്കും ചിഹ്നങ്ങളൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇമ്പറേറ്റീവ് സെന്റൻസ് ആജ്ഞയും അപേക്ഷയും അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് ഒരു പ്രസ്താവനയാണ് പറയുന്നത്. ഗെറ്റ് ഔട്ട്, പുറത്തു പോടാ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ഒരു ആജ്ഞാസ്വരമാണ്. ആജ്ഞാസ്വരത്തിൽ വരുന്ന കാര്യമാണ് ഗെറ്റ് ഔട്ട്. കീപ് ക്വയറ്റ്, മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആജ്ഞയാണ്. ഓക്കെ, താങ്ക് യു എന്ന് പറയുന്ന ഒരു കാര്യം ഒരു അപേക്ഷയാണ്. അപേക്ഷ പോലെ താങ്ക് യു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വിഷസും വരാം, മേ ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ കീഴിൽ വരാം. ആജ്ഞ, അപേക്ഷ, പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ അതിനകത്ത് പറയാം. അനുവാദം കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു ഇപ്പൊ ഈ അപേക്ഷയും പ്രാർത്ഥന ഇതിനൊക്കെ വേറൊരു ടൈപ്പും കൂടി ഉണ്ട്. അതിന്റെ അകത്ത് പറയുന്നുണ്ട്, നമ്മൾക്ക് നിലവിൽ നമ്മൾ നാലെണ്ണം പഠിച്ചാൽ മതി എന്ന്. ഒപ്റ്റേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കണ്ട, അത് കൂടുതൽ ഭയങ്കര ഡെപ്തിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് വേണ്ട, നിങ്ങൾ ഈ നാലെണ്ണം മനസ്സിലാക്കിയാൽ മതി. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ആജ്ഞ അപേക്ഷയാണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ കുറച്ച് സമയത്ത് ഈ പറഞ്ഞ താങ്ക്യും നമ്മുടെ ആശീർവാദങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇമ്പറേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഏറ്റവും ലാസ്റ്റ് 4 ടൈപ്പ് ആയില്ലേ? ഈ 4 ടൈപ്പ് സെന്റൻസ് എന്താണെന്നുള്ള ബേസിക് ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഇത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങളോട് ചോദിക്കുന്ന കാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതാനാണ് നിങ്ങളോട് ചോദിക്കുക. അത് നമുക്ക് വഴിയെ പിന്നെ പഠിക്കാം. ഓക്കെ, നമുക്ക് ഇനിയും ടൈപ്പ് ഓഫ് സെന്റൻസ് ഉണ്ട്. കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടഫ് ആകുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. ബേസിക് ക്ലാസ് ആയതുകൊണ്ടും ഏറ്റവും ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഇപ്പൊ പഠിക്കണ്ട. ഇപ്പൊ ഈ ടൈപ്പ് ഓഫ് ഇന്റർചേഞ്ച് നിങ്ങൾ ഇപ്പൊ പഠിക്കണ്ട. നിങ്ങൾ കാര്യം മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കും ഇതെല്ലാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും PSCക്ക് എങ്ങനെ മാർക്ക് പോകാതെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോ മനസ്സിലായോ 4 ടൈപ്പ് സെന്റൻസ് എന്താന്നുള്ളത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. എന്താ നമ്മൾ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിൽ? സെന്റൻസ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. എന്താ സെന്റൻസ്? സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സോ ആകാം, അല്ലെങ്കിൽ ഒരു ഒറ്റ വേർഡോ ആകാം. പുതിയ തിയറി പ്രകാരം എന്ത് നൽകണം? ഒരു കോമൺ സെൻസ്, കൃത്യമായിട്ടുള്ള ഒരു സെൻസ് നമുക്ക് നൽകണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം ഇന്ന കാര്യം ഇന്നതാണല്ലോ എന്ന് പറയുന്ന ഒരു മീനിങ് തരണം. അല്ലെങ്കിൽ നമുക്കൊരു ഇമേജ് ഫോം ചെയ്യണം നമ്മുടെ ബ്രെയിനിൽ. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെന്റൻസിലെ അടുത്ത കാര്യങ്ങൾ ഈ ഒരു സെന്റൻസിനെ നമ്മൾ 2 ഭാഗമായിട്ട് നമ്മൾ തിരിക്കും. അതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഓക്കെ, ഈ സെന്റൻസ് തന്നെയുള്ള അടുത്തൊരു കാര്യത്തിനാണ് നമ്മൾ പറയുന്നത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ന് പറയുന്നത്. നോക്കാം, നമുക്ക് ആദ്യം തന്നെ എന്താണ് സബ്ജക്റ്റ്? സബ്ജക്റ്റിന് എന്താ മലയാളം? നമ്മൾ മലയാളം ഗ്രാമർ പഠിക്കുമ്പോൾ കർത്താവ്, കർമ്മം, ക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ടാവും. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? കർത്താവ്. ശരിയാണ്, കർത്താവ്, കർമ്മം, ക്രിയ. ഈ കർത്താവ്, കർമ്മം, ക്രിയ എന്നൊക്കെ നിങ്ങൾ പഠിക്കും. കുറെ കഴിയുമ്പോൾ സബ്ജക്റ്റ് തെറ്റിക്കും, കുറെ കഴിയുമ്പോൾ ക്രിയ തെറ്റിക്കും, കുറെ കഴിയുമ്പോൾ കർമ്മം തെറ്റിക്കും. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് പറ്റുന്ന കാര്യം. എല്ലാം നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് അത് യൂസേജ് ചെയ്യില്ല. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിയും പഠിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റി വരാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്, കർത്താവ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ആ കർത്താവ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പോ ഒരു കാര്യം, ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയുന്ന ഒരു വാക്ക്, ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയുന്ന ഒരു വാക്ക്. ഇപ്പൊ നമ്മൾ സെന്റൻസ് പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ
വി നെയിം എ പേഴ്സൺ ഓർ എ തിങ് ടു സ്പീക്ക് അബൌട്ട്. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു വസ്തുവിനെയോ ഒരു പേഴ്സണെയോ നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയുന്ന ആ സെന്റൻസിൽ ഞാൻ ഈ പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളില്ലേ? ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദ ബുക്ക് ഉണ്ട്, ഈസ് ഓൺ ദ ടേബിൾ ഉണ്ട്, ബുക്കും ഉണ്ട് ടേബിളും ഉണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുവാണ് ഇതിനകത്ത് ഏതാ സബ്ജക്റ്റ് എന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡെഫിനിഷൻ വെച്ചിട്ടല്ലേ എടുക്കുക. വി നെയിം എ പേഴ്സൺ ഓർ എ തിങ് ടു സ്പീക്ക് അബൌട്ട്, നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബുക്കും ടേബിളും രണ്ട് സബ്ജക്റ്റ് ആണെന്ന് പറയോ? രണ്ട് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. രണ്ട് സബ്ജക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, അതിൽ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. ഓക്കെ, ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ അതിൽ ആകെ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒരു വാക്യത്തില് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത്, ഓക്കെ, എന്തിനാണോ അത് അവിടുത്തെ ഹീറോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്, അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മലയാളത്തിൽ എന്താ പറയാ? ആ ബുക്ക് മേശയുടെ മുകളിലിരിക്കുന്നു, മുകളിലാണ് എന്നൊക്കെ ആണെന്ന് അതിന്റെ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ പറയാം. അപ്പൊ അവിടെ എന്തിനെ കുറിച്ചിട്ടാ പറയുന്നേ? ബുക്കിനെ കുറിച്ചിട്ടാണോ പറയുന്നേ, അതോ ആ മേശയ്ക്കാണോ അവിടെ പ്രാധാന്യം? ആ ബുക്ക് മേശയുടെ മുകളിൽ ഇരിക്കുന്നു എന്നാണ് അവിടുത്തേത്. ആ ബുക്കാണ് അവിടുത്തെ ഹീറോ. ലാലേട്ടൻ സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമയ്ക്കല്ല പ്രാധാന്യം. ലാലേട്ടൻ അഭിനയിച്ച സിനിമ എന്ന് പറയുന്നതിൽ മോഹൻലാലിനാണ് അവിടെ പ്രാധാന്യം. മോഹൻലാലാണ് ആ സിനിമയിലെ ഹീറോ. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് വരുമ്പോഴുള്ളത്. ഒരു വാക്യത്തില് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. ഓക്കെ, അവര് ചിലപ്പോൾ തുടക്കത്തിൽ ഒബ്ജക്റ്റ് ആയിരിക്കും അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഒബ്ജക്റ്റ് ആയിരിക്കും ഏറ്റവും ഫസ്റ്റ് സെന്റൻസിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. അവര് വിചാരിക്കും ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒബ്ജക്റ്റ് എടുത്ത് എഴുതുന്ന ഇത് കാണുന്നുണ്ട്. അതായത് കർമ്മത്തിനെടുത്ത് ഇതാണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞ് എഴുതുന്ന കാഴ്ച കാണാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടിയും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്തൊക്കെ നിങ്ങളോട് ചോദ്യം വരുന്നതാണ്. 2017 സെക്രട്ടറി അസിസ്റ്റന്റിന് ഉണ്ടായിരുന്ന ചോദ്യമാണ്. എന്താണ്? ദ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് ആർ മിസ്സിംഗ് എന്നുള്ളൊരു ചോദ്യം. അതിലേതാണ് സബ്ജക്ട് എന്നുള്ളതാണ് അന്ന് PSC നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതേപോലെ നമ്മൾ തെറ്റിക്കാൻ കരുതിയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് വരും. അപ്പൊ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഒരു വാക്യത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതിന് നമ്മൾ എന്ത് പറയും? സബ്ജക്ട് എന്ന് പറയും. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. ഹി ഈസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടറാണ് എന്ന് പറയുന്ന ആ വാക്യത്തിൽ ഏതാണ് സബ്ജക്ട്? ഡോക്ടറാണോ അവനാണോ? രണ്ട് കാര്യമുണ്ടല്ലോ, ഡോക്ടറിനെ കുറിച്ചും പറയുന്നുണ്ട്, അവിടെ ഹി എന്ന് പറയുന്ന ഒരു വാക്കുമുണ്ട്. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സെന്റൻസ് ആണോ എന്ന് വെച്ചാൽ സെന്റൻസ് ആണ്. കാര്യം എന്താണ്? മീനിങ് തരുന്നുണ്ട്. പക്ഷെ ഡോക്ടറിനെ കുറിച്ചിട്ടാണോ പറയുന്നത് അതോ അവനെ കുറിച്ചിട്ടാണോ പറയുന്നത്? അവനൊരു ഡോക്ടറാണ്. ഇപ്പൊ ഈ സെയിം സെന്റൻസ് നമുക്ക് വേറൊരു രീതിയിൽ പറയാം. ഡോക്ടർ ഈസ് ഹീസ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? അത് നേരെ തിരിഞ്ഞു വരും. ഓക്കെ, ഇവിടത്തെ അവസ്ഥയിൽ വെക്കുമ്പോൾ ഇവിടെ പറയുന്നത് അവനെ കുറിച്ചിട്ടാണ്. അപ്പൊ അവനാണ് ഹീസ് എ ഡോക്ടർ എന്നുള്ളതിൽ അവനാണ് അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ അവനാണ് അവിടുത്തെ ഹീറോ. അതുകൊണ്ട് ഇതിനകത്ത് പറയുന്നത് അവനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് ഇവനാണ് സബ്ജക്ട്, ഹീ ആണ് അവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ സബ്ജക്ട് എന്താണെന്നുള്ളതിന്റെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ചെറിയ കാര്യമാണ്. പോകെ പോകെ ഇതൊക്കെ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കം തൊട്ടേ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത കാര്യമാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഒരു സെന്റൻസിൽ ഇവിടെ ഹീസ് എ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിനെ മാറ്റി നിർത്തി ആ സെന്റൻസിലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, PSC ചോദ്യം ചോദിക്കാറുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ പ്രെഡിക്കേറ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞ് PSC ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിനെ മാത്രം അവിടെ മാറ്റി നിർത്തുക. ബാക്കിയുള്ള എല്ലാ കാര്യവും എല്ലാ വാക്കുകളുടെ കൂട്ടത്തിനെയും നമ്മൾ പറയുന്ന പേരാണ് പ്രെഡിക്കേറ്റ്.
മലയാളത്തില് ആഖ്യാതം എന്നൊക്കെ പറയും. ആഖ്യാതം അങ്ങനെ അങ്ങനെ എന്തോ ആണ്. ആഖ്യാതം. ആഖ്യ സബ്ജക്റ്റ്, ആഖ്യാതം ആണെന്ന് പ്രെഡിക്കേറ്റ്. മലയാളം ഗ്രാമർ മിസ്സിന്റെ അടുത്ത് തന്നെ ചോദിക്കണം. ഓക്കെ, ഇവിടെ മനസ്സിലാക്കുക, സബ്ജക്റ്റ് ഒഴിച്ചു നിർത്തി, ഇംഗ്ലീഷിൽ ഇത്രയേ ഉള്ളൂ, സബ്ജക്റ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വാക്കുകളുടെ കൂട്ടത്തിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രെഡിക്കേറ്റ്. അപ്പൊ ഇവിടത്തെ പ്രെഡിക്കേറ്റ് എന്താണ്? ഹി ഈസ് എ ഡോക്ടർ എന്നുള്ളതിലെ പ്രെഡിക്കേറ്റ് എന്താണ്? ഈസ് എ ഡോക്ടർ. ഈസ് എ ഡോക്ടർ. അപ്പൂസ് മദർ ഈസ് എ ഡോക്ടർ. ഈ സെന്റൻസ് ഇതിപ്പോ ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇവിടെ നോക്കുക, അപ്പൂസ് ഉണ്ട്, മദർ ഉണ്ട്, ഈസ് എ ഡോക്ടർ ഉണ്ട്. ഇതിനകത്ത് ഏതാ സബ്ജക്റ്റ്? ഇവിടെ വിഷ്ണു ചോദിച്ചിരിക്കുന്നത് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള ഉത്തരം കിട്ടുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കർമ്മത്തിന്റെ കാര്യത്തിലാണ് കേട്ടോ. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. കുട്ടി ഉറങ്ങുന്നു എന്നുള്ളൊരു വാക്ക്, കുട്ടി ഉറങ്ങുന്നു എന്നുള്ളൊരു വാചകം. അപ്പൊ അതില് കുട്ടി ഉറങ്ങുന്നു, ആരുറങ്ങുന്നു എന്നല്ല ചോദിക്കണ്ടേ, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ളതാണ് അവിടെ നമ്മൾ ചോദിക്കണ്ടേ. ആരെ ഉറങ്ങുന്നു, കുട്ടി ആരെ ഉറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉത്തരം ഉണ്ടോ? ഉത്തരവും ഇല്ല. അപ്പൊ ആ ഒരു വാചകത്തിൽ കർമ്മം ഇല്ല എന്നാണ്. അങ്ങനെയാണ് കേട്ടോ. അവിടെ ഇപ്പൊ പക്ഷി, ഇപ്പൊ എന്താ പറയാ, കുട്ടി ബോൾ കളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ കുട്ടി ആരെ കളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോളിനെ കളിക്കുന്നു. അവിടെ കർമ്മമുണ്ട്, കർമ്മമാണ് ബോള്. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ നോക്കുക, അപ്പൂസ് മദർ ഈസ് എ ഡോക്ടർ എന്നുള്ളതില് സബ്ജക്റ്റ് പറയുന്നത് അപ്പൂസ് മദർ എന്നാണ്. ഇവിടെ അപ്പൂവിനല്ല അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആരെ കുറിച്ച് പറയുന്നു? അപ്പുവിന്റെ അമ്മ ഒരു ഡോക്ടറാണ്. അവിടെ പറയുന്ന വാക്ക് എന്ന് പറയുന്നത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പുവിന്റെ അമ്മയെ കുറിച്ചിട്ടാണ് ആ സെന്റൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പുവിന്റെ അമ്മയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രെഡിക്കേറ്റ് ഏതായിരിക്കും? പ്രെഡിക്കേറ്റ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈസ് എ ഡോക്ടർ. ആ സെന്റൻസിലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തോ അതാണ് അവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഈസ് എ ഡോക്ടർ. ക്ലിയർ ആയോ? എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ് എന്നുള്ളത് കാര്യം മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? പുതിയ കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശരി, ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. എക്സസൈസുകളാണ്. ഓക്കെ, ഇവിടെ കുറച്ച് എക്സസൈസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും കൂടി ഒന്ന് ആൻസർ ചെയ്യണ്ട. ഞാൻ ചോദിക്കുന്നവർ ഒന്ന് ഉത്തരം എഴുതിയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റണ്ട, നിങ്ങൾ ഉത്തരം എഴുതിയിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് റെഡി ആയിക്കോ. ഞാൻ ചോദിക്കാൻ ഉത്തരം പറഞ്ഞാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് ആതിര ചന്ദ്രൻ, ആതിര കാണാലോ അല്ലേ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആതിരോടാണ്. ആതിര ഉണ്ടോ? ആതിര പോയോ? ആതിര പോയോ? ശരി, ആതിര അങ്ങനെ കാണുന്നില്ല, ആതിര പോയി തോന്നുന്നു. ക്വസ്റ്റ്യൻ നോക്കുക. ദ ബോയ് സ്റ്റുഡ് ഓൺ ദ ബേണിംഗ് ഡെക്ക്. ഓക്കെ, ദ ബോയ് സ്റ്റുഡ് ഓൺ ദ ബേണിംഗ് ഡെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ സബ്ജക്റ്റ് ഏതാണ്? അതാണ് ചോദ്യം. നിങ്ങൾ എല്ലാവരും ഉത്തരം പറഞ്ഞു. എല്ലാവരും ഉത്തരം പറഞ്ഞു. അപ്പൊ അതിനെ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ കുറെ പേര് ബോയ് എന്ന് പറയുന്നുണ്ട്.
ബോയ് എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് അല്ല കേട്ടോ. ദ ബോയ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ബോയ് എന്നുള്ളത് തന്നെ വേണം നിങ്ങൾ അവിടെ ഉപയോഗിക്കാനായിട്ട്. സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബോയ് എന്ന് തന്നെ ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് അത് പഠിച്ചെത്തിയിട്ടില്ലെങ്കിൽ കൂടി ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുതരാം. നിങ്ങൾ ഈ പറഞ്ഞ എ ആൻഡ് ദ എന്ന് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആർട്ടിക്കിളിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആർട്ടിക്കിളിൽ അതില് എയും ആന് നമ്മൾ പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നുമാണ് പറയുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് ഒരു ആൻസർ ഉണ്ടായിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ, വ്യക്തമായിട്ട് അത് എന്താണെന്നുള്ളത് അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദ ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോയ് ആരാണെന്ന് ഈ ഒരു വാക്യം ഉണ്ടാക്കിയ ആൾക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ദ ബോയ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ ബോയ് അവിടെ യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് ഏത് ബോയ് ആണെന്ന് ആൾക്കും ഒരു നിശ്ചയവും ഇല്ല. അങ്ങനെയുള്ള വാക്കുകളാണ് ഈ ദ ഉപയോഗിക്കാതെ എ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. എ ബോയ് സ്റ്റുഡ് ഓൺ ദ ബേണിംഗ് ഡെക്ക്, ഏത് ബോയോ ആകാം, ഒരു പ്രശ്നമില്ല. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വന്ന് വലിഞ്ഞു കയറാവുന്ന ഒരു സാധനമാണ് എ. പക്ഷെ ദ അവിടെ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു മാനേഴ്സ് ഉണ്ട്. കൃത്യമായിട്ടുള്ളവർക്ക് മാത്രമേ അവിടെ വലിഞ്ഞു കയറി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ദ ബോയ് എന്ന് തന്നെ വേണം നിങ്ങൾ അവിടെ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. ആ ബോയ് ആരാന്ന് അറിയില്ലേ? അപ്പൊ ദ ബോയ് അവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദ ചൂണ്ടിക്കാണിച്ച് പറയുന്ന വാക്യമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദ ബോയ് തന്നെ വേണം അവിടെ യൂസ് ചെയ്യാനായിട്ട്. സിംഗിൾ ആയിട്ട് അവിടെ ബോയ് എന്നുള്ളത് മാത്രം യൂസ് ചെയ്യരുത്. ഓക്കെ, ഇനി അതിന്റെ പ്രെഡിക്കേറ്റ് എന്തായിരിക്കും ഫസ്റ്റ് സെന്റൻസിലെ? ആ ഫസ്റ്റ് സെന്റൻസിന്റെ പ്രെഡിക്കേറ്റ് എന്തായിരിക്കും? stood on the burning deck. ഓക്കെ, സബ്ജക്റ്റ് ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള സെന്റൻസിലെ ഭാഗങ്ങളെല്ലാം നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക. സ്റ്റോൺ വാൾസ് ഡു നോട്ട് മേക്ക് പ്രിസൺ. കല്ലുകൊണ്ടുള്ള മതിലുകൾ തടവറ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്, എന്നൊരു ആശയമാണ്. അതിലേതാ സബ്ജക്റ്റ്? സ്റ്റോൺ വാൾസ്. സ്റ്റോൺ വാൾസ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും പ്രെഡിക്കേറ്റ് എന്താണ്. പ്രെഡിക്കേറ്റ് എന്താണ്? ഡു നോട്ട് മേക്ക് പ്രിസൺ. ഇതാണ് പ്രെഡിക്കേറ്റ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോ നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ചാറ്റിലേക്ക് അധികം ഒന്നും നോക്കണ്ട. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കിയാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഒരു ഡൗട്ട്, എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇത് പഠിക്കാതെ നമുക്ക് മുമ്പോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല, ഇനിയും വരും ഈ സാധനങ്ങളൊക്കെ എന്നുള്ളത് മനസ്സിലാക്കുക. നോക്കാം. ഹി ഹാസ് ഗുഡ് മെമ്മറി. സബ്ജക്റ്റ് ഹീയും ഹാസ് ഗുഡ് മെമ്മറി എന്നുള്ളത് പ്രെഡിക്കേറ്റും ആണ് എന്നാണ്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ. ഹി ഹാസ് ഗുഡ് മെമ്മറിയിൽ ഹി സബ്ജക്റ്റും ഹാസ് ഗുഡ് മെമ്മറി പ്രെഡിക്കേറ്റും ആണ്. നാലാമത്തെ ചോദ്യം, ബാഡ് ഹാബിറ്റ്സ് ഗ്രോ അൺകോൺഷ്യസ്ലി. അവിടത്തെ സബ്ജക്റ്റ് ഏതാ? ബാഡ് ഹാബിറ്റ്സ്. ബാഡ് ഹാബിറ്റ്സ്. ഇനി പ്രെഡിക്കേറ്റ് ഏതാ? ഗ്രോ അൺകോൺഷ്യസ്ലി. ഓക്കെ, അഞ്ചാമത്തെ സെന്റൻസ്, എഡിസൺ ഇൻവെന്റഡ് ഫോണോഗ്രാഫ്. എഡിസൺ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു. അതിലെ സബ്ജക്റ്റ് ഏതാ? എഡിസൺ. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. എഡിസൺ ആണ് അവിടുത്തെ സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇൻവെന്റഡ് ഫോണോഗ്രാഫ്. ഓക്കെ, അപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യമേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇതാണ് ചോദ്യം നിങ്ങൾക്ക് വരാം. താഴെ ഒരു സെന്റൻസ് തരും, താഴെ തന്നിരിക്കുന്നതിലെ പ്രെഡിക്കേറ്റ് ഏതാന്ന് ചോദിക്കും. എന്നിട്ട് ഈ പറയുന്ന ഓപ്ഷൻസ് 3 എഴുതും. നൺ ഓഫ് ദ എബോവ് ഉണ്ടാവും ആൻസറിൽ. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, വി കനോട്ട് പമ്പ് ദ ഓഷ്യൻ ഡ്രൈ. നമുക്ക് കടല് വറ്റിക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അതിലേതാ സബ്ജക്റ്റ്? വി. വി, നമുക്ക്, നമ്മൾ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വി. കനോട്ട് പമ്പ് ദ ഓഷ്യൻ ഡ്രൈ, അതെന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, ക്ലിയർ.
ഇനി ഏഴാമത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ് വെൽ. കടം വാങ്ങിച്ച ആഭരണങ്ങൾ നമുക്ക് ചേരില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ അതിൽ സബ്ജക്ട് ഏതാ? എന്റെ ഒരു ഡൗട്ട് ഉണ്ട്, ഈ ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ് വെൽ എന്നുള്ളതിൽ അവിടെ ഗാർമെന്റിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത്? അപ്പോ സബ്ജക്ട് ഗാർമെന്റ് അല്ലേ? സബ്ജക്ട് ഗാർമെന്റ്സ് എന്നുള്ളത് മാത്രം പോരെ? എന്തുകൊണ്ട് നോ? എന്തുകൊണ്ട് ഗാർമെന്റ്സ് മാത്രം പോരാ? അവിടെ പറയുന്നത് ഗാർമെന്റ്സിനെ കുറിച്ചിട്ട് മാത്രമല്ല. ഗാർമെന്റ്സ് രണ്ട് തരത്തിലുണ്ട്. കടം വാങ്ങിച്ച ഗാർമെന്റ് ഒരെണ്ണം, കടം വാങ്ങിക്കാതെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഗാർമെന്റ് വേറെ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് ടൈപ്പിലുള്ള ഗാർമെന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തുപയോഗിക്കാം? അവിടെ ബോറോഡ് ഗാർമെന്റ്സ് തന്നെ വേണം. അതിനെ കുറിച്ചിട്ടാണ് സെന്റൻസിൽ പറയുന്നത്. അതുകൊണ്ട് അതാണ് അവിടുത്തെ സബ്ജക്ട്. ബോറോഡ് ഗാർമെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബോറോഡ് ഗാർമെന്റ്സ് ആണ് അവിടുത്തെ സബ്ജക്ട്. നെവർ ഫിറ്റ് വെൽ എന്നുള്ളതാണ് അവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മനസ്സിലായോ? സെന്റൻസ് മനസ്സിലായോ? സെന്റൻസ് എന്താണെന്ന് മനസ്സിലായോ? സബ്ജക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായോ? പ്രെഡിക്കേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാലാണ് ഇനി അടുത്ത ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള വെർബ്, അല്ല ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വെർബ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നുള്ള കോൺകോഡ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടിരിക്കണം. അല്ലെങ്കിൽ കോൺകോഡ് എഴുതുമ്പോൾ നിങ്ങൾ തെറ്റിക്കും. ഓക്കെ, കോൺകോഡിൽ നിന്നാണ് നമുക്ക് 2 മാർക്കെങ്കിലും ഒക്കെ ഉണ്ടാകുക. ഇനി എട്ടാമത്തെ ചോദ്യം നോക്ക്. അത് മനസ്സിലായെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യും. എട്ടാമത്തെ ചോദ്യം, ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ വോം. പുതിയ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും അത് അവിടുത്തെ സബ്ജക്റ്റ് എന്നുള്ളത്? സബ്ജക്ട് ക്യാച്ചസ് ദ ബേർഡ്. ക്യാച്ചസ് ദ ബേർഡ് പ്രെഡിക്കേറ്റ്, അല്ല സോറി, ക്യാച്ചസ് ദ വോം. ദ ഏർലി ബേർഡ് എന്നുള്ളത് അവിടുത്തെ സബ്ജക്റ്റും ക്യാച്ചസ് ദ വോം എന്നുള്ളത് അവിടുത്തെ പ്രെഡിക്കേറ്റും ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡൽഹി ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അതിലേതാ സബ്ജക്ട് വരിക? ഡൽഹി വരും. പ്രെഡിക്കേറ്റ് ഏത് വരും? പ്രെഡിക്കേറ്റ് ഏത് വരും? തെറ്റ്, തെറ്റ്. അവിടെ ആരാണ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് മാത്രം പറഞ്ഞേ? രമ്യ പറഞ്ഞത് തെറ്റ്. അവിടെ ഡൽഹി കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ വരണം. അതല്ലേ, റിമൈനിങ് പാർട്ട് എല്ലാം വരണം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഡൽഹി എന്ന സബ്ജക്ട് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം പ്രെഡിക്കേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തെറ്റിക്കരുത്. 10ാമത്തെ ചോദ്യം, ഐ ഷോട്ട് ആൻ ആരോ ഇൻ ടു ദ എയർ. സബ്ജക്ട് ഏതാണ്? ഞാൻ ആകാശത്തേക്ക് ഒരു ആരോ ഷോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഐ, ഐ. ഓക്കെ, ഐ. പ്രെഡിക്കേറ്റ് ഏതാണ്? ഷോട്ട് ആൻ ആരോ ഇൻ ടു ദ എയർ, അത് പ്രെഡിക്കേറ്റ്. കിട്ടുന്നുണ്ടല്ലോ. 11ാമത്തെ നോക്ക്, എ സിക്ക് റൂം ഷുഡ് ബി വെൽ എയർഡ്. രോഗിയൊക്കെ കിടക്കുന്ന റൂമിനെ പറയുന്നതാണ് സിക്ക് റൂം. അത് നല്ല രീതിയിൽ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള ഒരു മീനിങ്ങിൽ വരുന്ന ഒരു സെന്റൻസ് ആണ്. എ സിക്ക് റൂം എന്നുള്ളത് അവിടുത്തെ സബ്ജക്റ്റ് ആണ്. അവിടെ നോക്കിയേ, എ സിക്ക് റൂം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതില്ലേ ആർട്ടിക്കിളിന്റെ, അവിടെ എ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? എ സിക്ക് റൂം ഷുഡ് ബി വെൽ എയർഡ്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ദ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പൊ എന്ത് വരും? ദ സിക്ക് റൂം ഷുഡ് ബി വെൽ എയർഡ് എന്ന് പറയുമ്പോ അവിടെ ഏത് സിക്ക് റൂം ആണ് എന്നുള്ളത് ഞാൻ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ അത് എഴുതിയിരിക്കുന്ന ആൾക്കോ നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം.
അല്ലാണ്ട് അവിടെ നമുക്ക് ദാ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ എ സിക് റൂം എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ പറയുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ആകാം, ഏത് റൂം വേണമെങ്കിലും ആകാം, പക്ഷെ സിക് റൂം ആയാൽ മതി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. ഇനി അടുത്തതോ, ഓൺ ദ ടോപ്പ് ഓഫ് എ ഹിൽ ലിവ്സ് എ ഹെർമിറ്റ്. ഇത് നോക്കുക, ഏതായിരിക്കും ഇവിടെ സബ്ജക്റ്റ്? മലയുടെ മുകളില് ഒരു ഹെർമിറ്റ് ജീവിക്കുന്നു. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ, സന്യാസി എന്നൊക്കെ എന്ന ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഒരു പുതിയ വൊക്കാബുലറി കിട്ടിയില്ലേ, ഹെർമിറ്റ്. ഹെർമിറ്റ് ക്രാബ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹെർമിറ്റ് ക്രാബ് കേട്ടിട്ടില്ലെങ്കിൽ സന്യാസി ഞണ്ട് എന്ന് പറയും. അപ്പോ അത് കേട്ടിട്ടില്ലെങ്കിൽ സയൻസിൽ പഠിച്ചോളും. ഹെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യാസി. എന്താണ്? മലയുടെ മുകളിൽ ഒരു സന്യാസി ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, എന്താണ് ഇതിനകത്ത് സബ്ജക്റ്റ്? ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്? സന്യാസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലീവ്സ് എ ഹെർമിറ്റ്, ഹെർമിറ്റ് ജീവിക്കുന്നു. അവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ത് വരും? ഓൺ ദ ടോപ്പ് ഓഫ് എ ഹിൽ lives. ക്ലിയർ? പ്രെഡിക്കേറ്റും സബ്ജക്റ്റും ക്ലിയർ ആയോ? ഈ സെന്റൻസ് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ സംശയം തോന്നാം. ഓൺ ദ ടോപ്പ് ഓഫ് ഹിൽ ലീവ്സ് എ ഹെർമിറ്റ് എന്ന് പറയുന്നത് ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ടാ മതി. എ ഹെർമിറ്റ് ലീവ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹിൽ എന്നാക്കിയിട്ടാ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഫ്രേസ് ആൻഡ് ദ ക്ലോസ്. ഓക്കെ, ഫ്രേസ് ആൻഡ് ദ ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രേസ് എന്നും എന്താണ് ക്ലോസ് എന്നുമാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്, ചാപ്റ്റർ 3. ഓക്കെ, ചാപ്റ്റർ 3 ഫ്രേസ് എന്താണ്, ക്ലോസ് എന്താണ് എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, കേട്ടിട്ടുണ്ടാവും ഫ്രേസ് എന്താണ്, ക്ലോസ് എന്താണ് എന്നുള്ളത്. ഇത്ര ഓർത്താൽ മതി. ഒരു ഫ്രേസില് സബ്ജക്റ്റ് ഉണ്ടാകാതിരിക്കാം ചിലപ്പോ, വെർബ് ഭൂരിഭാഗം കേസിലും ഉണ്ടാകാറില്ല. അതായത് ഇത് രണ്ടും കൂടി ഒന്നിച്ച് കാണൂല എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഫ്രേസില് സബ്ജക്റ്റും വെർബും കൂടി ഒരുമിച്ചുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റും വെർബും ഒരുമിച്ചില്ലാത്തതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം നമ്മളിലേക്ക് കൺവേ ചെയ്ത് എത്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വാക്കുകളുടെ കൂട്ടങ്ങളെയോ ഒക്കെ പറയുന്ന പേരാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സബ്ജക്റ്റും വെർബും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് കൃത്യമായിട്ടൊരു മീനിങ് നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ള വാക്കുകളെ പറയുന്ന പേരാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ തന്നിരിക്കുന്ന 2 എക്സാമ്പിളുകൾ നോക്കുക. ഷീ ഈറ്റ്സ് എഗ്സ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഷീ ഈറ്റ്സ് എഗ്സ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്ന ഒരു വാചകം. ഈ വാചകത്തില് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്ന ഒരു കൂട്ടം വാക്കുകളുണ്ട്. ഈ ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്ന ഒരു കൂട്ടം വാക്കുകളോട് അത് വെറുതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അർത്ഥം ആ ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐഡിയയോ എന്തെങ്കിലും ഒരു ആശയോ ഒക്കെ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, നമ്മളിലേക്ക് തോന്നുന്നുണ്ടോ? ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത്? രാവിലെ എന്ത് നടന്നു? എന്തെങ്കിലും ഒരു കാര്യം നടന്നതായിട്ട് അവിടെ നമുക്ക് നമ്മളിലേക്ക് ഒരു ആശയം കിട്ടുന്നുണ്ടോ? ഇല്ല. അവർ സൺ പ്ലേഡ് ഫുട്ബോൾ ബിഫോർ ഹി കെയിം ഹിയർ. ഞങ്ങളുടെ മകൻ നമ്മുടെ ബാഹുബലി സിനിമയിൽ പറയുന്നില്ലേ, നമ്മ മകൻ എന്ന് പറഞ്ഞിട്ട് നാസർ ഇത് പറയുന്നില്ലേ, അങ്ങനെ ഞങ്ങ മകൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ മകൻ എന്ന് പറയുന്ന ഒരു കാര്യം വെറുതെ പറയുമ്പോൾ ഞങ്ങളുടെ മകൻ എന്ന് പറയുന്ന ഒരാള് ഉണ്ടെങ്കിൽ കൂടിയും പക്ഷെ അതൊരു വ്യക്തമായിട്ടൊരു ആശയം വരുന്നില്ല. അവൻ എന്താ ചെയ്തേന്നുള്ളൊരു ഇതോ അല്ലെങ്കിൽ എന്തിനാണ് അവന്റെ കാര്യം പറയുന്നതെന്നോ യാതൊരു ഐഡിയയും അവിടെ നമുക്ക് തരുന്നില്ല. അപ്പൊ അങ്ങനെ
വ്യക്തമായിട്ടുള്ള ഐഡിയാസ് തരാതെ നിൽക്കുന്ന, പക്ഷെ അതൊരു അർത്ഥമുള്ള വാക്കുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രേസ് എന്ന് പറയുന്നത്. ഫ്രേസ് എന്താന്ന് മനസ്സിലായോ? ഇൻ ദ മോർണിംഗ് ഈസ് എ ഫ്രേസ്. എന്തുകൊണ്ട് ഇൻ ദ മോർണിംഗ് ഒരു ഫ്രേസ് ആയി? വാക്കുകളുടെ കൂട്ടാണ്, അത് അർത്ഥം തരുന്നുണ്ട് ഇൻ ദ മോർണിംഗ്, പക്ഷെ ഒരു ആശയം നമ്മളിലേക്ക് കൺവേ ചെയ്ത് എത്തിക്കാനായിട്ട് അതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇൻ ദ മോർണിംഗ് നമുക്ക് ഫ്രേസ് ആയിട്ട് നമ്മൾ പറയുന്നത്, ഫ്രേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അവർ സൺ പ്ലേഡ് ഫുട്ബോൾ ബിഫോർ ഹി കം ഹിയർ എന്ന് പറഞ്ഞാലും അവർ സൺ എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞതുകൊണ്ട് അതിന് വ്യക്തമായ ഒരു അർത്ഥം നമ്മളിലേക്ക് കൺവേ ചെയ്ത് എത്തിക്കാനില്ല. പക്ഷേ ഇവ വേറൊരു കൂട്ടം വാക്കുകളോട് കൂടി ചേർന്ന് നിൽക്കുമ്പോഴോ അവ വ്യക്തമായിട്ടുള്ള അർത്ഥം തരുന്നുണ്ട്. ഓക്കെ, ഇൻ ദ മോർണിംഗ് ഷീ ഈറ്റ്സ് എഗ്സ്, അവള് കാലത്ത് മുട്ട കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാലത്ത് മുട്ട കഴിക്കുന്ന ആ ഒരു വ്യക്തമുള്ള ഒരു പിക്ചർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അവർ സൺ പ്ലേഡ് ഫുട്ബോൾ ബിഫോർ ഹി കെയിം ഹിയർ, അവനിവിടെ വരുന്നതിന് മുമ്പ് അവൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു എന്ന് പറയുന്നൊരു ഇത് പറയുമ്പോൾ അവിടെ വ്യക്തമുള്ള ഒരു ആശയം പൂർണ്ണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വേറൊരു കൂട്ടം വാക്കുകളോട് കൂടിച്ചേർന്ന് നിന്ന് കഴിയുമ്പോൾ മാത്രം അർത്ഥം തരുന്ന വാക്യങ്ങളെ അല്ലെങ്കിൽ വാചകങ്ങളെ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രേസ്. ക്ലിയർ? ഫ്രേസ് എന്നുള്ളത് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? സ്വന്തമായിട്ട് നിൽക്കുമ്പോൾ അതിന് അർത്ഥം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആശയം അത് ഉണ്ടാക്കൂല. ഒരു കൂട്ടം വാക്കുകളോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം അർത്ഥം ധ്വനിപ്പിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രേസ്. ക്ലിയർ ആയോ? ഫ്രേസ് എന്താണെന്നുള്ളത് ആരെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഈ ഫ്രേസും ക്ലോസും ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ. ഞാനത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ, തുടക്കത്തിൽ തന്നെ അത് എടുക്കണില്ല. അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രേസും ക്ലോസും എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി എടുത്താലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഫ്രേസ് എന്താന്നുള്ള കാര്യം മനസ്സിലായി. ഇനി അടുത്തതാണ് ക്ലോസ്. ക്ലോസ് നേരത്തെ പറഞ്ഞ പോലെ ഫ്രേസിൽ നിന്ന് ഡിഫറെന്റ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രേസില് സബ്ജക്റ്റും വെർബും കൂടി ഒന്നിച്ചുണ്ടാവില്ല. ഇവിടെ സബ്ജക്റ്റും വെർബും കൂടി ഒന്നിച്ചുണ്ടാകുകയും ചെയ്യും. അതിന് വ്യക്തമുള്ള ഒരു അർത്ഥവും അത് തരും. ഓക്കെ, ക്ലോസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് കണ്ടെയ്ൻസ് എ സബ്ജക്ട് ആൻഡ് എ വെർബ്. ഒരു സബ്ജക്റ്റും ഒരു വെർബും കൂടിയ വാക്കുകളുടെ കൂട്ടത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഷീ റൺസ് ഫാസ്റ്റ്, അവൾ വേഗത്തിൽ ഓടുന്നു എന്നുള്ളൊരു വാക്യം എടുക്കുക. ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്ന വാക്യം എടുക്കുക. ഇൻ ദ മോർണിംഗ് ഷീ റൺസ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്യം കൂട്ടിച്ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ വന്ന സമയത്ത് നിങ്ങൾക്കൊരു അർത്ഥം കിട്ടിയല്ലോ. അപ്പൊ അതിൽ ഏതാണ് ഫ്രേസ്? ഇൻ ദ മോർണിംഗ് ഷീ റൺസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഏതായിരിക്കും ഫ്രേസ്? ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ് എന്നുള്ളതാണ്. കാര്യം എന്താ? ഇൻ ദ മോർണിംഗ് ഫ്രേസ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? പറഞ്ഞ നിങ്ങൾ തന്നെ എനിക്ക് അർത്ഥം പറഞ്ഞുതരണം. എന്തുകൊണ്ട് ഇൻ ദ മോർണിംഗ് ഫ്രേസ് ആണെന്ന് ഞാൻ പറയുന്നു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, എന്തുകൊണ്ടാണ്? സബ്ജക്റ്റും വെർബായിട്ടും ഒന്നും അതിനകത്ത് ഇല്ല. ഓക്കെ, സബ്ജക്റ്റും ഇല്ല, വെർബും ഇല്ല, അങ്ങനെ ഒരു കാര്യമൊന്നും അതിനകത്ത് ഇല്ല. അവർ സൺ, അതിനകത്ത് അവർ സൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം, പക്ഷെ അവിടെ വെർബായിട്ടൊന്നും ഇല്ല. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിനകത്ത് അർത്ഥവും ഇല്ല. ഇൻ ദ മോർണിംഗ് മാത്രം കൂടി നിൽക്കുമ്പോൾ അതിനകത്ത് അർത്ഥമില്ല. പക്ഷെ അത് ഷീ റൺസ് ഫാസ്റ്റിന്റെ കൂടെ കൂടിയപ്പോ അതിനർത്ഥം കിട്ടി. ആ ഷീ റൺസ് ഫാസ്റ്റ് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് അർത്ഥമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഷീ റൺസ് ഫാസ്റ്റില് ഷീ എന്നുള്ളത് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം, റൺസ് എന്നുള്ളത് നമുക്ക് വെർബായിട്ട് എടുക്കാം. സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്. വെർബ് എന്താണെന്നുള്ളത് പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. ക്രിയാരൂപത്തിലുള്ള വാക്കുകൾ പറയുന്നതാണ് വെർബ്. നമ്മൾ ഇനി പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് വെർബിനെ കുറിച്ചിട്ട് പഠിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഷീ റൺസ് ഫാസ്റ്റ്, അവൾ വേഗത്തിൽ ഓടുന്നു എന്നുള്ള, ഓടുന്നു എന്നുള്ളതാണ് ക്രിയ.
ഇവിടെ നമുക്ക് പറയുമ്പോൾ ക്ലോസ് എന്നുള്ളത് ഷീ റൺസ് ഫാസ്റ്റ് ക്ലോസ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഈ ക്ലോസിനെ തന്നെ നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡന്റ് ക്ലോസും ഇൻഡിപെൻഡന്റ് ക്ലോസും. ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ മാത്രം അർത്ഥം കിട്ടുന്ന ക്ലോസുകളെയാണ് ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയാം. അതായത് ഡിപ്പെൻഡന്റ് ക്ലോസിൽ സബ്ജക്റ്റും വെർബും ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അതിനോട് വേറെ എന്തെങ്കിലോട് കൂടി ചേർന്ന് നിന്ന് കഴിയുമ്പോഴാണ് അവർക്ക് അതിന് അർത്ഥം ഉണ്ടാവുള്ളൂ. ഇപ്പൊ അതിനകത്ത് ഡിപ്പെൻഡന്റ് ക്ലോസിന്റെ എക്സാമ്പിൾ നോക്കിയേ. ബിക്കോസ് ഷീ റൺസ് ഫാസ്റ്റ്. ബിക്കോസ് ഷീ റൺസ് ഫാസ്റ്റ്, അവൾ വേഗത്തിൽ ഓടുന്നത് കൊണ്ട് അവൾ എല്ലാ മത്സരവും ജയിക്കും. ഷീ വിൽ വിൻ എവറി ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയി. ബിക്കോസ് ഷീ റൺസ് ഫാസ്റ്റ്, അവൾ വേഗത്തിൽ ഓടുന്നത് കൊണ്ട്. വേഗത്തിൽ അവിടെ ഓടുന്നത് കൊണ്ട് എന്ന് പറഞ്ഞു നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് വേറൊരു കാര്യത്തിനോട് ചേർന്ന് കഴിഞ്ഞപ്പോഴേ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ് അതെന്ന് പറയാം. ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നുള്ളത് മറ്റൊന്നിനോടും ചേരാതെ തന്നെ ആ ക്ലോസ് പൂർണ്ണമായിട്ടുള്ള ഒരു ആശയം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഇവിടെ ഷീ റൺസ് ഫാസ്റ്റ് എന്നുള്ളത് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. എന്താണ് ക്ലോസ് എന്നുള്ള കാര്യം മനസ്സിലായോ? എന്താണ് ക്ലോസ്, എന്താണ് ഇൻഡിപെൻഡന്റ് ക്ലോസ്, എന്താണ് ഡിപ്പെൻഡന്റ് ക്ലോസ്, എന്താണ് നമ്മുടെ ഫ്രേസ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉള്ളത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് എന്നിട്ട് മറന്നു പോകരുത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മെയിൻ ക്ലോസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. അപ്പൊ പിന്നെ ഞാൻ ക്ലോസ് ഇതാണെന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കൂല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴേ ഇത് ക്ലിയർ ചെയ്ത് പോകണം എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴും അത് ക്ലിയർ ആയിരിക്കണം. ഡിപ്പെൻഡന്റ് ക്ലോസ് ഒന്നും കൂടി പറയാവോ? ഓക്കെ, ഡിപ്പെൻഡന്റ് ക്ലോസ് ഒന്നും കൂടി പറയാലോ. ക്ലോസ് എന്താന്നുള്ളത് മനസ്സിലായില്ലേ? ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ട് അർത്ഥം കിട്ടും. അർത്ഥം കിട്ടുന്നത് എങ്ങനെയാ? അതിന് ഒരു സബ്ജക്റ്റും ഉണ്ടാവും, ഒരു വെർബും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് അർത്ഥം കിട്ടും. ഷീ റൺസ് ഫാസ്റ്റ് എന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ക്ലോസ് എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഷീ റൺസ് ഫാസ്റ്റ്, ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ്, റൺസ് എന്ന് പറയുന്ന വെർബ്. ഓക്കെ, ഷീ റൺസ്, അത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു അർത്ഥം കിട്ടി. ഷീ റൺസ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടി. ഇവിടെ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ക്ലോസിനകത്തുണ്ട്, ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഈ ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഷീ റൺസ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. കാര്യം എന്താ? അത് വേറെ ഒന്നിനോടും കൂടി ചേർന്ന് നിൽക്കുന്നില്ല. അത് ഒറ്റയ്ക്ക് ഇന്ന് കഴിഞ്ഞാലും അതിനർത്ഥം കിട്ടുന്നുണ്ട്. ഞാനൊരു ഇൻഡിപെൻഡന്റ് വുമൺ ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇൻഡിപെൻഡന്റ് വുമൺ, എനിക്ക് വേറെ ആരുടെയും സഹായം ഇതൊന്നും ഇല്ലാതെ ഞാൻ എന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെയുള്ള വനിതകളെ പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് വുമൺ. മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കുന്ന വനിതകൾക്ക് പറയുന്നതാണ് ഡിപ്പെൻഡന്റ്. ഡിപ്പെൻഡന്റ് വനിതകൾ അഥവാ ആശ്രയം തേടുന്ന വനിതകൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതെന്താ? ഡിപ്പെൻഡന്റ് വേറൊരാളോട് കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഡിപ്പെൻഡന്റ് എന്നുള്ള ഇതിനകത്ത് വരും. അപ്പൊ ബിക്കോസ് ഷീ റൺസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വേഗത്തിൽ ഓടുന്നത് കൊണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഒരു സെന്റൻസ് പൂർണ്ണമായിട്ടില്ല. അവിടെ വേറെ എന്തെങ്കിലും കൂടി ചേർത്ത് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു സെന്റൻസ് പൂർണ്ണമായിട്ട് അർത്ഥത്തിൽ കിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ ആക്കാം, ബിക്കോസ് ഷീ റൺസ് ഫാസ്റ്റ് ഷീ വിൽ ഗെറ്റ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാം. അവള് വേഗത്തിൽ ഓടുന്നത് കൊണ്ട് അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാം എന്ന് പറയാം, അല്ലെങ്കിൽ കിട്ടും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ വേറൊരു ഇതിനോടും കൂടി ചേർന്ന് നിന്ന് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് അർത്ഥം കിട്ടുന്ന ക്ലോസുകളെ നമ്മൾ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയും. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും വേറെ ഒന്നും ചേരണ്ട എന്നിട്ടും അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നാണ്. ക്ലോസിൽ എന്തായി കഴിഞ്ഞാലും വെർബും സബ്ജക്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? സാംസങ്, സാംസങ് പേര് മാറ്റിയിടണം കേട്ടോ. ഓക്കെ, ഒന്നും കൂടിയോ? രമ്യക്ക് എന്താ മനസ്സിലാത്ത? രമ്യ കമോൺ. രമ്യ, രമ്യ 582 മനസ്സിലായില്ല. ശരി. രമ്യ, ഞാൻ രമ്യനെ കൊണ്ട് തന്നെ ഒരു സെന്റൻസ് പറയിപ്പിക്കാം. ആദ്യം തന്നെ എന്താ ഫ്രേസ് എന്ന് പറഞ്ഞു രമ്യ?
ഞാൻ അത് രമ്യനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. രമ്യ എന്താണ് ഒരു ഫ്രേസ് എന്താന്ന് പറഞ്ഞേ? ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് വരാൻ പറ്റുമോ? നമുക്ക് സംസാരിക്കാം, ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട. രമ്യ ലെഫ്റ്റ് ആയോ? ആ ഓക്കെ. രമ്യ, അപ്പോ നമ്മൾ പറഞ്ഞ എന്താ ഫ്രേസ് എന്താന്ന് പറഞ്ഞത്? സെൻസ് ഇല്ലാത്ത സെന്റൻസ്. സെൻസ് ഇല്ലാത്ത സെന്റൻസ് എന്നാണോ അതോ സബ്ജക്റ്റും വെർബും ഇല്ലാത്ത സെന്റൻസ് എന്നാണോ പറഞ്ഞേ? സബ്ജക്റ്റും വെർബും ഇല്ലാത്ത സെന്റൻസ്. ഓക്കെ അല്ലേ? ഫ്രേസ് ക്ലോസ് എന്താണ്? ക്ലോസ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്. ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. ക്ലോസിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞേ? സബ്ജക്റ്റും വെർബും. സബ്ജക്റ്റും വെർബും ഉണ്ടാവും. ഒരു ഉദാഹരണം പറയൂ. സാർ പറഞ്ഞ തന്നെ പറയട്ടെ? വേറെ ഒരെണ്ണം പറ. ഏതെങ്കിലും ഒരു സെന്റൻസ് ഉണ്ടാക്കി പറയടാ. He eats fruit. He eats fruits. ഓക്കെ. He eats ഫുഡ് മതി, ഫ്രൂട്ട് വേണ്ട. ഫുഡ്. ഓക്കെ. He eats ഫുഡ് എന്നായില്ലേ? അപ്പൊ അതിനകത്ത് ഇനി എന്താ സംശയം? ഇപ്പൊ സാർ പറഞ്ഞില്ലേ ഈ ഇൻഡിപെൻഡൻസ് ക്ലോസും. ഇൻഡിപെൻഡന്റ് ക്ലോസും മറ്റേതും. അപ്പൊ ഈ he eats ഫുഡ് എന്നുള്ളൊരു വാക്ക്, ആ വാക്ക് നമുക്ക് he eat ഫുഡ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടുന്നുണ്ടോ? he eat ഫുഡ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടിയോ? ഇല്ല. കിട്ടിയില്ലേ? കിട്ടിയോ? അതായത് ഈ പറയുന്നത് he eat ഫുഡ് എന്ന് പറയുമ്പോ നമ്മുടെ ഒരു തീറ്ററപ്പായി ഇരുന്ന് ഇഡലി കഴിക്കുന്ന ഇമേജ് വരുന്നുണ്ടോ? ഉണ്ട്. he eat ഫുഡ്. ഓക്കെ. അപ്പൊ അത്രയും മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ക്ലോസ് ആണെന്നുള്ള കാര്യം മനസ്സിലായോ? അത് ക്ലോസ് ആണ്, മനസ്സിലായി. ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് വേറെ ഒന്നും ചേർന്നില്ലെങ്കിലും അതിന് കൃത്യമുള്ള ഒരു അർത്ഥം ഉണ്ട് എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഇനി ഞാൻ ഇതിന്റെ കൂടെ വേറൊരു വാക്ക് ചേർക്കുവാണ്. ബിക്കോസ് എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ ഇതിന്റെ കൂടെ ചേർത്തു. അപ്പൊ എന്തായി സെന്റൻസ്? ബിക്കോസ് ഹി ഈറ്റ്സ് ഫുഡ്. ബിക്കോസ് ഹി ഈറ്റ്സ് ഫുഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? ബിക്കോസ് ഹി ഈറ്റ്, അവൻ ഭക്ഷണം കഴിക്കുന്നതിനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അർത്ഥം അതിനകത്ത് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിനോട് കൂടെ വേറെ എന്തെങ്കിലും ചേർന്ന് കഴിഞ്ഞാലല്ലേ നമുക്ക് അതിനകത്തൊരു കൃത്യമുള്ള ഒരു അർത്ഥം വരുള്ളൂ. ബിക്കോസ് ഹി ഈറ്റ്സ് ഫുഡ്, തീറ്ററപ്പായി, അവൻ ഭയങ്കര തടിയനാണ് എന്ന് ഒരു കാര്യം കൂടി അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാലല്ലേ അതൊരു ഇമേജ് ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുള്ളൂ അല്ലേ? അവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനാൽ അവന് തടി കൂടുന്നു എന്നുള്ളതും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതോടെ സെന്റൻസ് കറക്റ്റ് ആയി. ഓക്കെ. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ വലിയ അർത്ഥമൊന്നും ഇല്ലാത്തതും വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ കൂടി ചേർന്ന് നിന്ന് കഴിയുമ്പോൾ മാത്രം അത് കംപ്ലീറ്റ് ആകുകയും ചെയ്യുന്ന വാക്കുകളെ അല്ലെങ്കിൽ വാചകങ്ങളെ പറയുന്ന പേരാണ് ഡിപെൻഡന്റ് ക്ലോസ്. മനസ്സിലായി. മ്യൂട്ട് ചെയ്തോട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയം മാറിയോ? ഫ്രേസ്, ക്ലോസ്, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് ഇതൊക്കെ മനസ്സിലായോ? സെറ്റ് ആയെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ 3 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. എന്താണ് സബ്ജക്റ്റ്, എന്താണ് സെന്റൻസ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്നുള്ള 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഫ്രേസും ക്ലോസും എന്താന്നുള്ള 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇങ്ങനെ കുറെ ചാപ്റ്ററിലാക്കി ചെറിയ ചെറിയ സംഭവങ്ങളാക്കി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചു പോകും. ഇത് എല്ലാ കാലവും നിങ്ങളുടെ കയ്യിൽ നിൽക്കാൻ വേണ്ടി കൃത്യമായി ഇതിന്റെ കാര്യങ്ങൾ യൂസേജ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പാടുള്ള കാര്യമല്ല. നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നതിന് ഒരു കാര്യം പോലും മാറ്റി ചോദിക്കില്ല PSC. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ചെയ്തിട്ട് പോകണോ അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വീണ്ടും ചോദിക്കാനുള്ളൂ PSCക്ക്. പേര് പോലും ചിലപ്പോൾ മാറ്റില്ല, എന്തെങ്കിലുമൊക്കെ സബ്ജക്ട് തന്നിട്ട് അങ്ങനെ തന്നെ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവാം. അടുത്ത് പറയാം. ചാപ്റ്റർ 4 പാർട്സ് ഓഫ് സ്പീച്ച്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ?
സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസംഗം. നല്ലതാ, നല്ല ഇത്. പ്രസംഗം. ഓക്കെ, ഞാൻ അംഗീകരിച്ചു. പ്രസംഗം. വേറെ ഉണ്ടോ? വേറെ ആൻസേഴ്സ് ഉണ്ടോ? പ്രസംഗം എന്നുള്ളത് മാത്രമേ ഉള്ളോ സ്പീച്ചിന്? സംസാരമല്ല, അല്ല സോറി, സെന്റൻസ് അല്ല. സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം, സംഭാഷണം എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സംഭാഷണം എന്നുള്ളതാണ് കുറച്ചും കൂടി നന്നായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. സംഭാഷണം എന്നുള്ളതും കൂടി നമുക്ക് ഈ സ്പീച്ച് എന്നുള്ളതിന്റെ അർത്ഥത്തിൽ പറയാം. പോയി ഒരു സ്പീച്ച് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ അതായിരിക്കും നിങ്ങൾ കേട്ട് പരിചയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് പറയും? സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗമാണല്ലോ, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീച്ച് എന്നുള്ളതിന്റെ നിങ്ങൾക്ക് ആകെ ഒരു അർത്ഥം മാത്രമാണ് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രസംഗം എന്നുള്ള വാക്ക് മാത്രം വരുന്നത്. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് സംസാരം, സംഭാഷണം എന്നുള്ള അർത്ഥങ്ങൾ കൂടി ഈ പറയുന്ന സ്പീച്ച് എന്ന് പറഞ്ഞ വാക്കിനുണ്ട്. ഇനി അപ്പൊ സംഭാഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സംഭാഷണത്തിലെയോ സംസാരത്തിലെയോ പല പല വാക്യങ്ങൾ, വാചകങ്ങൾ, അതിന്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ, അതിന്റെയൊക്കെ ഭാഗങ്ങൾ എന്നുള്ളതാണ് ഈ പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു വാക്യം, ഞാൻ ക്ലാസ് എടുക്കുവാണ്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറെ വാക്കുകൾ പറയുന്നുണ്ട്, കുറെ വാചകങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഈ വാചകങ്ങൾക്കൊക്കെ ഞാനിപ്പൊ നിങ്ങളെ പഠിപ്പിച്ച പോലെ സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന വാചകങ്ങളെ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിക്കാനുള്ള എളുപ്പത്തിന്, നമ്മളെ അതിന്റെ യൂസേജ് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു 8 ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ട് നമ്മൾ ഈ സ്പീച്ചിൽ വരുന്ന വാക്കുകളെ തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 8 8 ക്ലാസിഫിക്കേഷനിലായിട്ട് തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്. ഇതൊന്നും കാണാപ്പാഠം പഠിക്കണ്ട. ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന 8 എന്ന് ചോദിച്ചൊന്നും ഒരിക്കലും PSC നിങ്ങളോട് ചോദിക്കില്ല. ഓക്കെ, അപ്പൊ ഇത് കാണാപ്പാഠം പഠിക്കാനുള്ളതല്ല, നമ്മൾ ഓരോന്ന് എന്താന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത് ഓരോന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ ഇന്ന് ആകെ നൗണും പ്രൊനൗണും മാത്രമേ ഇന്ന് നമ്മൾ നോക്കുള്ളൂ. ഓക്കെ, നൗണും പ്രൊനൗണും മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുള്ളൂ. അപ്പൊ നൗൺ ഓൾറെഡി നിങ്ങൾ ഇപ്പൊ സബ്ജക്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ആകെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രൊനൗൺ മാത്രമാണ്. പ്രൊനൗൺ എന്താണെന്നുള്ളതിന്റെ ഒരു ചെറിയ ടെക്നിക്കും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് നൗൺ, പ്രൊനൗൺ, ഇത് രണ്ടുമാണ്. ഓക്കെ, ബാക്കിയുള്ള 8 നോക്കിയാൽ എന്തൊക്കെയാണ്? അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ഓക്കെ, ഇതിൽ നൗൺ എന്നുള്ളതിന്റെ മലയാളം എന്താണ്? നാമം എന്ന് പറയും. നമ്മൾ പഠിച്ച സബ്ജക്റ്റ് ഇല്ലേ, ആ സബ്ജക്റ്റ് ഒക്കെ ഈ നൗണിന്റെ കുറെ രീതിയിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. സബ്ജക്റ്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് നൗൺ എന്നുള്ളത്. ഓക്കെ, പ്രൊനൗൺ എന്താണ്? എന്താണ് പ്രൊനൗൺ? സർവനാമം. മലയാളത്തില് സർവനാമം. മിസ് എടുത്തിട്ടുണ്ടാവും, മിസ് പറഞ്ഞ സമയത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സർവനാമം. എന്താണ് സർവനാമം? നാമത്തിന് പകരം റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ പറയുന്ന സർവനാമം, അല്ലെങ്കിൽ പ്രൊനൗൺ എന്ന് പറയും. എന്താണ്? ഇപ്പൊ ഒരു സെന്റൻസ് പറയാണ്, എന്താണ്? വിഷ്ണു, ഇവിടെ ഇപ്പൊ വിഷ്ണു ഉണ്ട്, വിഷ്ണു കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. വിഷ്ണു കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ് പറയുന്നതാണ് വിഷ്ണു നന്നായിട്ട് പഠിക്കും എന്ന് പറയണോ, അതോ വിഷ്ണു കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, അവൻ നന്നായിട്ട് പഠിക്കും എന്ന് പറയുന്നു? അതല്ലേ എളുപ്പം? കുറച്ചുകൂടി ഭംഗി അതല്ലേ? ഒരു സെന്റൻസിൽ തന്നെ 2 പ്രാവശ്യം അതേ പേര് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാതെ അതിന് പകരമായിട്ട് നമ്മൾ അവൻ, അവൾ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഒരു കാര്യമില്ലേ? അപ്പൊ സെന്റൻസിന് കുറച്ചുകൂടി ഭംഗി വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന പകരത്തിന്, നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് സർവനാമം. അതിന്റെ ഇംഗ്ലീഷ് പേരാണ് പ്രൊനൗൺ എന്നുള്ളത്. ഓക്കെ, നാമം, സർവനാമം. മൂന്നാമത്തെ നാമവിശേഷണം ആയിട്ടുള്ള അഡ്ജക്റ്റീവ്. നാമത്തിനെ വിശേഷിപ്പിക്കാൻ വിഷ്ണു ഒരു നല്ല കുട്ടിയാണ്. ആ നല്ല കുട്ടി എന്നുള്ളത് വിഷ്ണുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. വിഷ്ണു ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ ആ ഗുഡ് എന്നുള്ളത് ആണ് അവിടുത്തെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന നാമവിശേഷണം. നാമത്തിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്താണോ അത് നാമവിശേഷണം, അതാണ് അഡ്ജക്റ്റീവ്.
നാമം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് അതിനകത്ത് വരുന്ന നൗണാണ്. നൗൺ ഉണ്ട്, പ്രൊനൗൺ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്. അതാണ് നാമത്തിന് വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്. അത് കഴിഞ്ഞ് വെർബ്, ക്രിയ. ഒരു പ്രവൃത്തിയെയോ അവസ്ഥയെയോ കുറിക്കുന്ന പദമാണ് വെർബ് എന്ന് പറയുന്നത്. ക്രിയ എന്ന് പറയുന്നത് പ്രവർത്തിനെ മാത്രമല്ല, എപ്പോഴും അതൊരു അവസ്ഥേനെ കുറിക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു ടേമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. രാമു ഈസ് പ്ലേയിങ്. രാമു കളിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഇതില്ലേ. അപ്പൊ അതിനകത്ത് രാമു ഈസ് പ്ലേയിങ് എന്ന് പറയുന്ന ഒരു വെർബ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് പ്ലേയിങ് കളിക്കുകയാണെന്ന് പറയുന്ന ഒരു വെർബ് അവിടെ ഓൾറെഡി ഇല്ലേ. അപ്പൊ അത് മെയിൻ വെർബായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അത് അവിടുത്തെ മെയിൻ വെർബാണ് രാമു ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ. ഇനി ഈ വെർബ് ഇല്ലാണ്ട് ഒരു ഇത് പറയട്ടെ. രാമു ഈസ് എ ടീച്ചർ. രാമു ഒരു ടീച്ചറാണ് എന്ന് പറയുന്ന ഒരു വാക്ക്. അതിനകത്ത് എന്തെങ്കിലും ക്രിയ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഏതെങ്കിലും ക്രിയ നിങ്ങൾക്ക് ആ വെർബിൽ കാണുന്നുണ്ടോ? കാണുന്നില്ല എന്നല്ല, ക്രിയ അവിടെ ഉണ്ട്. ക്രിയ ഉണ്ട്. രാമു ഒരു ടീച്ചറാണ് എന്ന് പറയുന്നതിൽ അവിടെ ആ രാമു ഈസ് എ ടീച്ചർ എന്ന് പറയുന്നില്ല. ഈസ് എന്ന് പറയുന്നത് ടീച്ചിങ് അല്ല, ടീച്ചർ. ആ ഈസ് എന്ന് പറയുന്നതാണ് അതിനകത്ത് വെർബ്. ഓക്കെ, അത് ഓക്സിലറി വെർബാണ്. മെയിൻ വെർബ് ഇല്ലാത്ത സമയത്ത് ഓക്സിലറി വെർബ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഓക്സിലറി വെർബ് മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യും. ആ റൂളാണ് അവിടെ. ഓക്കെ, അപ്പൊ അത് ഒക്കെ നമുക്ക് പഠിക്കാം. വെർബ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, വെർബ് എന്ന് പറയുന്നത് പ്രവൃത്തിയെ കുറിക്കുന്ന പദം മാത്രമല്ല എല്ലായ്പ്പോഴും, അതൊരു അവസ്ഥയെ കാണിക്കുന്ന പദം കൂടി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഈസ്, ആം, ആർ, ഐ ആം വിഷ്ണു എന്ന് പറയുന്നതിലെ ക്രിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആം എന്നുള്ളതാണ്. അത് നമുക്ക് ആ ഒരു അവസ്ഥയെ കാണിക്കുന്ന പദം ഓക്സിലറി വെർബ് എന്ന് പറയാം, സഹായക ക്രിയ എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വെർബ് എന്നുള്ളൊരു കാര്യമുണ്ട്. വെർബ് കഴിഞ്ഞാൽ ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന AD ചേർന്ന് വന്നിട്ടുള്ള അടുത്ത അഡ്വർബ് എന്ന് പറഞ്ഞാൽ ക്രിയയെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ക്രിയയെ വിശേഷിപ്പിക്കുന്ന ഒരു പദം, അതാണ് അഡ്വർബ് എന്ന് പറയുന്നത്. ഇപ്പോ രാമു നന്നായി ഓടും അല്ലെങ്കിൽ വേഗത്തിൽ ഓടുന്നു. രാമു വേഗത്തിൽ ഓടുന്നു. രാമു റൺസ് ക്വിക്ക്ലി എന്ന് പറയുന്ന ക്വിക്ക്ലി എന്ന് പറയുന്ന ഒരു വാക്ക്, ആ വേഗത്തിൽ ഓടുന്നു എന്ന് പറയുന്ന ഇതിനെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്ക് ക്രിയാവിശേഷണം. മിക്കവാറും ക്രിയാവിശേഷണം കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. എല്ലാത്തിന്റെ അവസാനം LY എന്ന് പറഞ്ഞ് ചേർന്ന് വരുന്ന ഒരു ഇതുണ്ടാവും. നമുക്ക് കോഡ്സ് ആണ്, നമ്മൾ ടെക്നിക്സ് ആണ്. ഇതൊക്കെ ഏതാണ് അഡ്വർബ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. LY മിക്കതിന്റെ ഉണ്ടെങ്കിൽ LY ചേർന്ന് വരുന്നതായിരിക്കും മിക്കവാറും അഡ്വർബ് ആയിട്ടുണ്ടാവുക. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. കുറെ കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കും. ഓക്കെ, അഡ്വർബ്. ഓക്കെ, അടുത്തത് ആറാമത്തേതാണ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ എന്താണ്? പ്രപ്പോസിഷൻ എന്താണ്? മലയാളത്തിൽ എന്താ പറയാ പ്രപ്പോസിഷന്? അത് ഉദാഹരണങ്ങളല്ലേ. പ്രിപ്പോസിഷൻ ഗതി എന്ന് പറയും മലയാളത്തില്. ഗതി എന്ന് പറയും. ഓക്കെ, ഗതി ഒരു പദത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു പദത്തിനോടുള്ള ബന്ധം കാണിക്കുന്ന പദമാണ് ഗതി എന്ന് പറയും. ഈ ഗതി ഞങ്ങൾ ഇപ്പോഴും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മലയാളം എടുക്കാൻ വന്നിട്ടുള്ള ഒരു സാറുണ്ടായിരുന്നു. ആ സാർ ഒരു ഭയങ്കര ഒരു എക്സാമ്പിൾ പറഞ്ഞുതരും. അത് ഇതാണ്. ഒരു ചേട്ടനും ചേച്ചിയും ബൈക്കിൽ പോവായിരുന്നു. അതിന്റെ പിറകിൽ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പക്കാരനെ നോക്കി ചേച്ചി ടാറ്റ കൊടുത്തു. അപ്പൊ ഇതാണ് ഒരു പദത്തിനോട് ചേർന്നിരുന്നു കൊണ്ട് മറ്റൊരു പദത്തിനോടുള്ള ബന്ധം കാണിക്കുന്ന അതാണ് ഗതി. അതാ ചേട്ടന്റെ അധോഗതി എന്ന് പറഞ്ഞിട്ടാണ് സംഭവം പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മറക്കാതിരിക്കാനായിട്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. വേറെ കൂടുതൽ അതിനകത്ത് കൺഫ്യൂഷൻ ആക്കണ്ട. ഒരു പദത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു പദത്തിനോടുള്ള ബന്ധം കാണിക്കുന്ന പദമാണ് ഗതി അഥവാ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു വാക്യത്തിന്റെ ഒക്കെ മുമ്പിൽ ഒക്കെ ആയിട്ട് ചേർക്കാനായിട്ട് ഉള്ള കുറച്ച് ടേംസ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും പ്രപ്പോസിഷൻ. അപ്പൊ അത് ഈ പറയുന്ന പ്രപ്പോസിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഏഴാമത് കൺജങ്ഷൻ എന്ന് പറയും. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മലയാളം എന്താണെന്നറിയോ?
കൺജങ്ഷന്റെ മലയാളം എന്താണെന്ന് അറിയോ? ഘടകം. ഘടകം. ചേർച്ച എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ചേർച്ച ഈ രണ്ട് പദങ്ങളെ രണ്ട് വാക്കുകളെയൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. കണക്റ്റിംഗ് വേർഡ്സ് ആണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. വേർഡ്സിനെ കണക്റ്റിംഗ് വേണ്ടി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൺജങ്ഷൻ. ഓക്കെ, ഇനി ലാസ്റ്റ് ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞല്ലോ. ഇന്റർജെക്ഷൻ എന്താ? വ്യാക്ഷേപകം എന്ന് പറയും മലയാളത്തില്. വ്യാക്ഷേപകം അതായത് നമ്മുടെ ആശ്ചര്യം ഇതൊക്കെ പറയുന്ന വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സും ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള വാക്കുകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 8 കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ചിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. ഇന്ന് നമ്മൾ നോക്കുക ആകെ നൗണും പ്രൊനൗണും ആണ്. അതായത് നൗൺ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പ്രൊനൗൺ ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. നൗൺ ഈസ് എ പേഴ്സൺ, നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. എക്സാമ്പിളുകളായിട്ട് നാമത്തിന് എന്തൊക്കെ പറയാം? ജോൺ, ഫാൻ, ക്ലോത്ത്. മലയാളം എടുക്കുന്ന സമയത്ത് ടീച്ചർ ഇതിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും പഠിക്കാനുള്ളത്. എന്താണ് ടീച്ചർ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മറ്റു സർവ്വനാമത്തിന്റെ ഇതൊക്കെ പഠിപ്പിച്ചു. അപ്പൊ അത് തന്നെ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് പഠിച്ചാൽ മതി. നാമം എന്നുള്ളത് എന്തിന്റെങ്കിലും വസ്തുവിന്റെ പേരായിട്ടുള്ള ശബ്ദത്തിനെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. നാമം 2 തരത്തിൽ പറയാം, എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതും. എണ്ണാൻ പറ്റുന്നതിനെ നമ്മൾ എന്ത് പറയും? കൗണ്ടബിൾ നൗൺ എന്ന് പറയും. എണ്ണാൻ പറ്റാത്തതിനെ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയും. ഓക്കെ, കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും. അപ്പൊ ഇതിന്റെയൊക്കെ കൗണ്ടബിളും അൺകൗണ്ടബിളും ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഉള്ളതിന്റെ ഒക്കെ കൂടത്തിൽ എന്തെങ്കിലും പെയർ ഓഫ് നോ, ബിറ്റ് ഓഫ് നോ, ബാർ ഓഫ് നോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാലാണ് അത് എണ്ണാൻ പറ്റുന്ന രീതിയിൽ മാറുക. ഇപ്പൊ സോപ്പ് എന്ന് പറയുന്ന ഒരു അത് എണ്ണാൻ പറ്റാത്ത ഒരു നാമമാണ് സോപ്പ് എന്ന് പറഞ്ഞാൽ. ഏത് സോപ്പ് എന്നല്ല, ലെക്സ് സോപ്പ് എന്നല്ല, വെറും സോപ്പ് എന്ന് മാത്രം പറഞ്ഞു. ഓക്കെ, വർക്ക്, എനിക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എണ്ണാൻ പറ്റാത്ത ഒരു നാമമാണ്. അൺകൗണ്ടബിൾ ആണ് വർക്ക് എന്ന് പറയുന്നത്. അത് എണ്ണാൻ പറ്റുന്നതാക്കി മാറ്റുന്നത് എപ്പോഴും അതിന്റെ മുമ്പിൽ എ ബിറ്റ് ഓഫ് വർക്ക് എന്നോ, എ പീസ് ഓഫ് വർക്ക് എന്നോ, എ ബാർ ഓഫ് സോപ്പ് എന്നോ ഒക്കെ ചേർക്കുമ്പോഴാണ് അതിന്റെ കൂടെ അത് എണ്ണാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റുന്നത്. ഇത് ഈ എണ്ണാൻ പറ്റുന്നതാണോ എണ്ണാൻ പറ്റാത്തതാണോ എന്നുള്ളത് നമ്മളെ ഏറ്റവും ഫസ്റ്റ് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് പല ഗ്രാമർ റൂളുകൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മിക്കവാറും അൺകൗണ്ടബിൾ നൗൺസിന്റെ ഒക്കെ കൂടെ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്ന സമയത്ത് നോക്കും. ഓക്കെ, അപ്പോ ജസ്റ്റ് മനസ്സിലാക്കുക, നാമങ്ങൾ 2 തരത്തിലുണ്ട്, എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതും. ഇത്രയുമാണ് നമുക്ക് ഉള്ളൂ. എണ്ണാൻ പറ്റുന്നതിനെ കൗണ്ടബിൾ എന്ന് പറയുന്നു, കൗണ്ട് എണ്ണുക എന്നുള്ളത് പറയുന്നു. എണ്ണാൻ പറ്റാത്തതിനെ അൺകൗണ്ടബിൾ എന്ന് പറയുന്നു. ഓക്കെ, അതാണ് നൗൺ. അത്രേ ഉള്ളൂ നൗണിന്റെ കാര്യത്തിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത പരിപാടിയാണ് പ്രൊനൗൺ. പ്രൊനൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവനാമം എന്നുള്ളതാണ്. മലയാളത്തിൽ നമ്മൾ നോക്കി നമ്മൾ എന്താണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ എന്താ പറയുന്നത്? ഫസ്റ്റ് പേഴ്സൺ എന്താ മലയാളത്തിൽ പറയുന്നത്? ടീച്ചർ പഠിപ്പിച്ചതാണല്ലോ, നിങ്ങൾ കുറെ പേര് തെറ്റിച്ചിട്ടുണ്ടല്ലോ. വേം പറഞ്ഞേ. ഞാൻ എപ്പോഴും ഉത്തമനാണ്. അതുകൊണ്ട് ഐ എപ്പോഴും ഉത്തമ പുരുഷനാണ്. ഉത്തമ പുരുഷൻ. ഓക്കെ, അതാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ ആണ് മധ്യമ പുരുഷൻ. ഓക്കെ, തേർഡ് പേഴ്സണോ? തേർഡ് പേഴ്സൺ പറയുന്ന പേരാണ് പ്രഥമ പുരുഷൻ. ഓക്കെ, റിവിഷൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്, ഇംഗ്ലീഷിന്റെ തർജ്ജമയിൽ ചോദിക്കുന്നതാണ്, ഭരണഭാഷയുടെ ചോദ്യങ്ങളിൽ പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിലുള്ളത് തെറ്റിപ്പോവരുത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുക, ഒരു നാമത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഐ ഉണ്ട്, വി ഉണ്ട്, യു ഉണ്ട്, ഹി, ഷി, അവൻ, അവൾ, ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ പല രീതിയിലും പല വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന വഴിക്ക് നോക്കാം. ഇതിൽ ഇത്രയും ടേബിൾ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ എഴുതിയിട്ടുണ്ട്, സെക്കൻഡ് പേഴ്സൺ എഴുതിയിട്ടുണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട്. നിങ്ങൾക്ക് ആകെ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സബ്ജക്റ്റീവ് പ്രൊനൗണും ഒബ്ജക്റ്റീവ് പ്രൊനൗണും എന്നുള്ള 2 കാര്യം മാത്രം നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അതിനകത്ത് പൊസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഒരു ബന്ധം കാണിക്കുന്നതൊക്കെയാണ്. അത് നിങ്ങളിപ്പോ തൽക്കാലം നോക്കണ്ട, നമുക്ക് വഴിയെ നോക്കാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ആ 2 കോളം, അതായത് ടോട്ടല് 4 കോളം, പേഴ്സൺ, നമ്പർ, സബ്ജക്റ്റീവ് പ്രൊനൗൺ, ഒബ്ജക്റ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ട് 4 കോളംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നോക്കുക, ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐ എന്നുള്ളത് സബ്ജക്റ്റീവ് പ്രൊനൗൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് കർമ്മ രൂപത്തിലുള്ള അതിന്റെ
വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീ എന്നുള്ളതാണ്. ഓക്കെ, മീ. ഇപ്പൊ ഒരു സെന്റൻസ്, അത് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഐ ലവ് യു എന്ന് പറയുന്ന ഒരു വാക്ക് എന്ന് പറയാം. ഐ ലവ് യു ഭയങ്കര എളുപ്പത്തിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കല്ലേ ഐ ലവ് യു എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുകയാണ്, വെർബാണ് ലവ്. ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. നിന്നെ എന്ന് പറയുന്ന കാര്യമാണ് അവിടുത്തെ കർമ്മമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. കർത്താവ് കർമ്മം ക്രിയ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ആ കാര്യത്തിൽ പറയുമ്പോൾ കർത്താവായിട്ടുള്ള ഞാൻ കർമ്മമായിട്ടുള്ള നിന്നെ സ്നേഹിക്കുക എന്നുള്ള ക്രിയ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അവിടെ ആ ഐ എന്ന് പറയുന്ന വാക്ക് സബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. അവിടെ നേരെ മറിച്ച് ഈ സാധനം തിരിച്ചിട്ട് നോക്കിയേ, ഷീ ലവ്സ് മീ എന്ന് പറഞ്ഞു നോക്കിയേ. ഷീ ലവ്സ് മീ, അവൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും? ഷീ ആയി അവിടുത്തെ സബ്ജക്റ്റ്. അവിടെ ഷീ ലവ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുക ഐ എന്നാണോ ഉപയോഗിക്കുക? അവിടെ ഒബ്ജക്റ്റീവ് ഫോം ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ഐയുടെ ഒബ്ജക്റ്റീവ് ഫോം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അവിടെ മീ ആണ്. അവിടെ ഒബ്ജക്റ്റീവ് രൂപത്തിന്, കർമ്മ രൂപത്തിൽ നമ്മൾ ആ കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്ക് എഴുതുമ്പോൾ ഐ എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ് ഫോം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. മലയാളത്തിന്റെ ഇതൊക്കെ മലയാളം ടീച്ചറിന്റെ അടുത്ത് നിന്ന് പഠിച്ചോളണം. ഒബ്ജക്റ്റീവ് ഫോം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക മീ ആണ്. ഓക്കെ, മീ ആണ്. ഐ ലവ് യു. ഓക്കെ, ഇപ്പൊ ഷീ ലവ്സ് മീ എന്ന് പറയുമ്പോൾ ഷീ ലവ്സ് ഐ എന്ന് പറയില്ല, ഷീ ലവ്സ് മീ എന്നേ പറയുള്ളൂ. ഓക്കെ, അവിടെ ഐ എന്നുള്ളതിന്റെ ആ ഒരു വാക്ക് ഒബ്ജക്റ്റീവ് ഫോമിലേക്ക് മാറുമ്പോൾ അവിടെ നമ്മൾ മീ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ബാക്കിത്തെ വാക്കുകളൊക്കെ എഴുതിയിരിക്കുന്നത്. വി എന്ന് പറയുന്ന കാര്യം, വി ലവ്, എന്താണ് വി ലവ്? ഒരു വാക്ക് പറഞ്ഞേ, വി ലവ് ജിസ്മി. വി ലവ് ജിസ്മി എന്ന് പറയുന്ന ഒരു വാക്ക്, ജിസ്മി എന്ന് പറയുക, അല്ലെങ്കിൽ വി ലവ് രമ്യ എന്ന് പറയുന്ന ഒരു വാക്ക്, ഒരു വാചകം. വി ലവ് രമ്യ. ആ നേരെ നമ്മൾ ഒബ്ജക്റ്റീവ് ഫോമിൽ, അവിടെ ആ സെന്റൻസിന്റെ നോക്ക്, വി എന്ന് പറയുന്ന സബ്ജക്റ്റ്, ലവ് എന്ന് പറയുന്ന ക്രിയ, രമ്യ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഇനി ആ ഒബ്ജക്റ്റിന് ഒബ്ജക്റ്റീവ് ഫോമിൽ ആ സെന്റൻസ് എഴുതി കഴിയുമ്പോൾ എന്തായി? രമ്യ ലവ്സ്. വി ആണോ അവിടെ ഒബ്ജക്റ്റീവ് ഫോം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വി ഒബ്ജക്റ്റീവ് ഫോമിന്റെ എന്തായിട്ട് മാറും? ആസ് ആയിട്ട് മാറും. US, അസ് എന്നുള്ളതായി. കേട്ടോ, അപ്പൊ അവിടെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒബ്ജക്റ്റീവ് രൂപങ്ങളിലും ഉള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഐ എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ് ഫോം മീ ആണ്. വി എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ് ഫോം അസ് എന്നുള്ളതാണ്. യുവിന്റെ അങ്ങനെ തന്നെയാണ്, യു തന്നെയാണ്. ഓക്കെ, യുവിന്റെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നോക്കുക, രമ്യ ലവ്സ് യു എന്ന് പറഞ്ഞാലും യു ലവ് രമ്യ എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. ഓക്കെ, അവിടെ യു എന്ന് പറയുന്ന ഒരു ഇതിന് അവിടെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇനി ഹി വരുമ്പോഴോ, ഹി ലവ്സ് രമ്യ എന്ന് പറയുന്ന ഒരു വാക്ക്, ഹി ലവ്സ് രമ്യ. നേരെ തിരിച്ച് ഒബ്ജക്റ്റീവ് ഫോമിൽ വരുമ്പോഴോ, രമ്യനെ സബ്ജക്റ്റ് ആക്കി കഴിയുമ്പോൾ എങ്ങനെ പറയും? രമ്യ ലവ്സ് ഹിം എന്നാ, അല്ലാതെ ഹി എന്നല്ല അവിടെ ഉപയോഗിക്കുക. രമ്യ ലവ്സ് ഹിം. അപ്പൊ അവിടെ ഹീയുടെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഹിം ആണ്. അതേപോലെ തന്നെ ഷീയുടെ വരുമ്പോ അത് ഹെർ ആയിട്ട് മാറുന്നു. ഇറ്റ് തന്നെയാണ്. ദേയുടെ ദം തന്നെയാണ്. ഓക്കെ, ദേയുടെ ദം ആണ്. ദേ ലവ്സ് രമ്യ, രമ്യ ലവ്സ് ദം. അങ്ങനെയാണ് സെന്റൻസിന്റെ ഫോർമേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കർത്താവും കർമ്മവും, സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്നുള്ള ആ രണ്ട് ഫോർമേഷനും അവിടെ നിന്ന് എങ്ങനെയാണ് സെന്റൻസ് എടുത്തതെന്നുള്ളതും നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്ട്, ഈ പറയുന്നവർ ഞാനിപ്പോ പറഞ്ഞ ഒരു സെന്റൻസ് എടുത്ത് എഴുതി നോക്കുക, അതിന്റെ മറു സെന്റൻസ് എഴുതാം. ഇപ്പൊ രമ്യ ലവ്സ് മീ എന്നുള്ളത് ഐ ലവ് രമ്യ എന്നുള്ളതാക്കി എഴുതാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിന്റെ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവ് ഫോമും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് രണ്ടും ടേബിൾ ക്ലിയർ ആയോ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ എന്നുള്ളത് അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഐയും വിയും. ഉത്തമ പുരുഷൻ ഞാനാണ്, ഞങ്ങളാണ്. രണ്ടാമത്തെ മധ്യമ പുരുഷൻ യു ആണ്. തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ. എന്താണ് പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ, അല്ല എന്താണ് ഉത്തമ പുരുഷൻ അഥവാ ഫസ്റ്റ് പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസാരിക്കുന്ന ആളാണ് ഈ പറയുന്ന ഫസ്റ്റ് പേഴ്സൺ. ആരോടാണോ സംസാരിക്കുന്നത് അതാണ് സെക്കൻഡ് പേഴ്സൺ. ആരെ പറ്റിയാണോ സംസാരിക്കുന്നത് അയാളാണ് തേർഡ് പേഴ്സൺ. ക്ലിയർ ആയോ? എന്താണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നും സബ്ജക്റ്റീവ് പ്രൊനൗൺ എന്താണെന്നുള്ളതും ഒബ്ജക്റ്റീവ് പ്രൊനൗൺ എന്താണെന്നുള്ളതും ക്ലിയർ ആണോ?
പുതിയ കുട്ടികൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിപ്പോർട്ടർ സ്പീച്ചിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റീവ് ഫോം യൂസ് ചെയ്യുന്നത് മിക്കവാറും റിപ്പോർട്ടർ സ്പീച്ചിലാണ്. പാസീവ് വോയിസിൽ ഇടയ്ക്കൊക്കെ വരും, ഇടയ്ക്കൊക്കെയല്ല ഉദ്ദേശം വരും. പാസീവ് വോയിസിൽ റിപ്പോർട്ടർ സ്പീച്ചിലാണ് ഇതിന്റെ ഉപയോഗങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ തൽക്കാലം അവിടെ ബാക്കിത്തെ 3 കോളങ്ങൾ ഞാൻ ഒന്നവിടെ ഒഴിവാക്കി വെച്ചേക്കുവാണ്. അത് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, നമുക്ക് നോക്കാം, വഴിയെ പോകുന്ന സമയത്ത് നോക്കാം. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടേത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഞാൻ എന്നുള്ള ഒരു വാക്ക്, ഐ എന്ന് പറയുന്ന വാക്കിന്റെ പൊസസീവ് അഡ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ എന്ന് പറയുന്നത്. ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മളായിട്ട് മാറും. നീ എന്ന് പറയുന്നത് നിന്റേതായിട്ട് മാറും, യുവറാവും. ഈ എന്ന് പറയുന്നത് അവന്റെ ആയിട്ട് മാറും. ഷീ എന്നുള്ളത് അവളുടെ ആയിട്ട് മാറും. ഇറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആയിട്ട് മാറും. ദേ എന്നുള്ളത് അവരുടെ ആയിട്ട് മാറും. അത്രയുള്ള വ്യത്യാസങ്ങളാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. തൽക്കാലം ഇപ്പൊ നിങ്ങൾ പഠിച്ച് കൺഫ്യൂഷൻ ആകണ്ട. ഇനി ഈ പ്രൊനൗണിന്റെ കാര്യം പറയുമ്പോൾ ഇതിനോട് കൂടി ചേർന്ന് തന്നെ വേറൊരു കാര്യമാണ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ റിലേറ്റീവ് പ്രൊനൗണിലെ ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, ആസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് റിലേറ്റീവ് പ്രൊനൗൺസ് ഉണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. അതായത് ഒരു വാക്യത്തിൽ, ഒരു വാചകത്തിൽ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അയാളെ തന്നെയാണ് പറയുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമത്തിന് പകരം പ്രൊനൗൺസ് അല്ലാത്ത വേർഡ്സ്, കുറച്ച് വേർഡ്സ് ഉണ്ട്. പക്ഷെ ആ വേർഡ്സ് സ്റ്റാൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന നാമത്തിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ പറയുന്ന ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, ആസ്. ഇത്രയും കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ PSC ചോദിക്കുന്നതാണ്. ഹൂ ആരാണോ, ആര് എന്നൊക്കെ പറയുന്ന ആരാണോ, ഹൂം ആരോടാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അർത്ഥത്തിൽ, ആരുടേതാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ യൂസേജ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പഠിപ്പിച്ച് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാനുള്ള ഒരു ഇത്. അപ്പൊ ഇന്ന് നമ്മൾ ആകെ ഹൂ മാത്രമേ നമ്മളിത് നോക്കുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുള്ളൂ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ചാപ്റ്റർ 1 സെന്റൻസ് നന്നായിട്ട് പഠിക്കുക, സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് നന്നായിട്ട് പഠിക്കുക, ഫ്രേസും ക്ലോസും നന്നായിട്ട് പഠിക്കുക. അതുകൂടാതെ ഇപ്പൊ 4ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാ? പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചിലുള്ള കാര്യങ്ങളിൽ നൗൺ എന്താന്ന് പഠിച്ചു, പ്രൊനൗൺ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ആ പ്രൊനൗണിൽ തന്നെ ഉള്ള ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ നന്നായിട്ട് പഠിക്കുക. അതിന്റെ സബ്ജക്റ്റീവ് ക്ലോസ് പഠിക്കുക, സബ്ജക്റ്റീവ് കേസ് പഠിക്കുക, ഒബ്ജക്റ്റീവ് കേസ് പഠിക്കുക. ഇനി അതിന്റെ റിലേറ്റീവ് പ്രൊനൗൺ എന്താണെന്നുള്ളത് നോക്കാം. റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്യത്തിൽ ഉപയോഗിച്ച കാര്യത്തിന് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാതെ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അല്ലാത്ത വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആകെ ഹൂ എന്ന് പറയുന്ന വാക്കിന്റെ യൂസേജ് മാത്രമേ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. റെഡി ആണോ? നമുക്ക് എങ്ങനെയാണ് ഹൂ എന്ന് പറയുന്നത് വാക്യത്തിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്ന കാര്യം. ദിസ് ഈസ് ദ ഡോക്ടർ ഹു ഹെൽപ്ഡ് അരുൺ റിക്കവർ. അരുണിനെ അസുഖത്തിൽ നിന്ന് കരകയറാൻ സഹായിച്ച ഡോക്ടർ ഇതാണ് എന്നുള്ളതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. രണ്ടാം സെന്റൻസ് ഐ ഡോണ്ട് നോ ഹു ഡിഡ് ഇറ്റ്. ഇത് ആരാണ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല എന്നാണ് രണ്ടാം സെന്റൻസിൽ പറയുന്നത്. മൂന്നാം സെന്റൻസിൽ പറയുന്നത് ദ മാൻ ഹു ഈസ് ഓണസ്റ്റ് ഈസ് ട്രസ്റ്റഡ്. സത്യസന്ധനായ വ്യക്തിയാണ് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ അതിനകത്ത് പറയാൻ. നാലാമത്തെ ദ ഗേൾ ഹു റോട്ട് ദ പോയം ഈസ് ഇൻ 5th സ്റ്റാൻഡേർഡ്. ഈ കവിത എഴുതിയ പെൺകുട്ടി 5ാം ക്ലാസ്സിലാണ്. ആരാണോ അവൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തൊക്കെ നോക്കിയേ നിങ്ങള്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഡോക്ടർ എന്ന് പറയുന്ന അവിടെ ഒരു സബ്ജക്റ്റ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ ഡോക്ടറെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഡോക്ടറിനെ കുറിച്ചിട്ട് തന്നെ പറയാതെ വീണ്ടും അവിടെ റിപ്പീറ്റേഷൻ ഉപയോഗിക്കാതെ അവിടെ ഹൂ എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാലോ. ഹൂ ഹെൽപ്ഡ് അരുൺ റിക്കവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് അവിടെ ഹൂ വന്നിരിക്കുന്നു. അടുത്ത സെന്റൻസിലും ഹൂ വന്നിട്ടുണ്ട്. വീണ്ടും മൂന്നാമത്തെ സെന്റൻസിൽ ഹൂ വന്നിട്ടുണ്ട്. നാലാമത്തെ സെന്റൻസിലും ഹൂ വന്നിട്ടുണ്ട്.
ഈ പറയുന്ന സെന്റൻസുകൾക്കൊക്കെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് ഒന്ന് സെന്റൻസ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അതൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിന് റൂൾ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിക്കേ. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ 4 എക്സാമ്പിൾ ഒന്ന് തറവായിട്ട് ഒന്ന് ശരിക്കും നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മീനിങ്, എന്തെങ്കിലും ഒരു കോഡ് ഇതിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കി. ആ ഹൂവിനെ കണക്ട് ചെയ്തിട്ട് എപ്പോഴാണ് ഹൂ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ഹൂ എന്ന് പറയുന്ന വാക്ക് എപ്പോഴൊക്കെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ട് റൂള് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ ശരിക്കും സീരിയസ് ആയിട്ട്. എല്ലാ കേസിലും നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വെർബിന് മുമ്പായിട്ട് എഴുതിയിരിക്കുന്നത് കാണാം. അപ്പൊ കുറെ പേര് അതിന്റെ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, വെർബിന് മുമ്പായിട്ട് നോക്കാം നമുക്ക് അതിന്റെ ഉത്തരം. എങ്ങനെയാണ് ഹൂ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്ന് പഠിക്കാൻ പോവാണ് നമ്മള്. ഇപ്പൊ വെർബിന് മുമ്പായിട്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഹൂ എഴുതാൻ പറ്റില്ല. ഇപ്പോ ഐ ആം പ്ലേയിങ് എന്ന് പറയുന്ന ഒരു സെന്റൻസ്, ഐ ആം പ്ലേയിങ് എന്ന് പറയുന്ന സെന്റൻസിൽ നിങ്ങൾ വെർബിന് മുമ്പ് കൊണ്ടുവന്നായിട്ട് നിങ്ങൾ ഹൂ എഴുതുമോ? ഐ ആം ഹൂ പ്ലേയിങ് എന്ന് പറഞ്ഞ് എഴുതുമോ? അങ്ങനെ എഴുതൂലല്ലോ. അപ്പൊ തെറ്റല്ലേ? അപ്പൊ വെർബിന് മുമ്പായിട്ട് നമുക്ക് അവിടെ എല്ലാ കാര്യത്തിലും അവിടെ കൊണ്ടുവന്ന് ഹൂ എഴുതാൻ പറ്റൂല. ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാത്തിലുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, എന്താണ് ഒബ്ജക്റ്റ് ഉണ്ട്, എന്നൊക്കെ നോക്കാം. ഇവിടെ എല്ലാത്തിലും സബ്ജക്റ്റ് ഉണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ദിസ് ഈസ് ദ ഡോക്ടർ, അവിടെ ഡോക്ടറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ഐ ഡോണ്ട് നോ ഹൂ ഡിഡ് ഇറ്റ്, എനിക്കറിയില്ല, ഞാനാണ് അവിടെ സബ്ജക്റ്റ്. ഓക്കെ, മൂന്നാമത്തെ ദ മാൻ ഹൂ ഈസ് ഓണസ്റ്റ്, അവിടെ ഒരു ഏത് മനുഷ്യനാണോ സത്യസന്ധൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ പറയുന്നത്. ദ മാൻ ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ദ ഗേൾ, മൂന്നാമത്തെ ദ ഗേൾ. അപ്പൊ ഈ കാര്യത്തില് ശ്രദ്ധിക്കുക, 4 കേസിലും മനുഷ്യനെ സൂചിപ്പിക്കുന്ന ഒരു നാമം സബ്ജക്റ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 4 കേസിലും മനുഷ്യനെ സൂചിപ്പിക്കുന്ന ഒരു നാമം സബ്ജക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായോ? ഇല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനുഷ്യനെ സൂചിപ്പിക്കുന്ന ഒരു നാമം, മനുഷ്യനെ സൂചിപ്പിക്കുന്ന നാമം, മൃഗത്തിനെ അല്ല, മനുഷ്യനെ സൂചിപ്പിക്കുന്ന നാമം അവിടെ സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം മനുഷ്യനെ സൂചിപ്പിക്കുന്ന ഒരു നാമത്തിന് ശേഷം ഡാഷ് ഇട്ട് തൊട്ടടുത്ത് വരുന്നത് ഒരു ക്രിയയാണ് എങ്കിൽ, ഒരു വെർബാണ് എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഹൂ എന്നുള്ളത്. ഇവിടെ നോക്കുക, ഇവിടെ എല്ലാത്തിലും നിങ്ങൾക്ക് PSC ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഹൂവിന്റെ അവിടെ ഡാഷ് ഇട്ടേക്കുക. എല്ലാ ഹൂവിന്റെ അവിടെ ഞാൻ ഡാഷ് ഇട്ടു. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ കാണിച്ചു തരാം. ഓക്കെ, പെൻസിൽ എന്തോ വർക്ക് ആവുന്നില്ല. ഓക്കെ, അത് നോക്കുക. ഇവിടെ ഹൂ എന്ന് പറയുന്ന ആ ഒരു അവിടെ ബ്ലാങ്ക് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഹൂവിന്റെ അവിടെ ബ്ലാങ്ക് ആവും. എന്റെ പെൻസിൽ വർക്ക് ചെയ്യുന്നില്ല, അതെന്താണെന്ന് അറിയില്ല. നോക്കാം. അപ്പൊ എന്തായാലും ആ ഹൂ എന്നുള്ളത് നിങ്ങൾ അവിടെ ബ്ലാങ്ക് ആണെന്ന് വിചാരിക്കുക. ആ ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ നോക്കുക, ദിസ് ഈസ് ദ ഡോക്ടർ. അത് ഡോക്ടർ കഴിഞ്ഞ് ഡാഷ് ഹെൽപ്ഡ് അരുൺ റിക്കവർ. ആ ഡാഷ് ഹെൽപ്ഡ്, ആ ഡാഷ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഒരു ക്രിയയാണ്. ഹെൽപ്പ് എന്ന് പറയുന്ന ക്രിയയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ചേർക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഏതാ? ഹൂ ആണ് അവിടെ ചേർക്കേണ്ടത്. വേറെ ഒരു റിലേറ്റീവ് പ്രൊനൗണും അവിടെ ചേരില്ല. ഓക്കെ, ഹൂം അവിടെ ചേരില്ല, ഹൂസ് അവിടെ ചേരില്ല, ദാറ്റ് അവിടെ ചേരില്ല, ഹൂ മാത്രമേ അവിടെ ചേരൂ. രണ്ടാമത്തെ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, അവിടെ ഡാഷ്, ഡാഷ് ഡിഡ് ഇറ്റ്. ഡിഡ് എന്ന് പറയുന്ന ക്രിയ, ചെയ്തത് ആരാണ് എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന അവിടെ വീണ്ടും ഹൂ വന്നു കഴിഞ്ഞു. അവിടെ നമ്മൾ ഉപയോഗിക്കുക ആകെ ഹൂ മാത്രമേ അവിടെ വരുള്ളൂ. ലാസ്റ്റ് മൂന്നാമത്തെ ചോദ്യത്തില് ദ മാൻ, മനുഷ്യനെ സൂചിപ്പിക്കുന്ന നാമാണ്. അവിടെ ഈസ് എന്ന് പറയുന്ന വെർബ്, ഓക്സിലറി വെർബാണ് ഈസ് എന്ന് പറയുന്നത്. മനുഷ്യനെ സൂചിപ്പിക്കുന്ന നാമം കഴിഞ്ഞ് വെർബ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹൂ ആണ് യൂസ് ചെയ്യുക. ദ ഗേൾ ഹൂ റോട്ട് ദ പോയം ഈസ് ഇൻ 5th സ്റ്റാൻഡേർഡ്. ദ ഗേൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഡാഷ്
വീണ്ടും കഴിഞ്ഞ് ക്രിയ വന്നു, റോട്ട് അതിന് മുമ്പ്. ഇപ്പൊ നമ്മളവിടെ ഡാഷിൽ ചേർക്കേണ്ടത് ഹു, മനുഷ്യനെ സൂചിപ്പിക്കുന്ന നാമമായിട്ടുള്ള ഗേള് കഴിഞ്ഞ് ഒരു ഡാഷ് കഴിഞ്ഞിട്ട് ക്രിയയാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുക ഹു ആണ് ഉപയോഗിക്കുക. ഹൂവിന്റെ കാര്യം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ റൂള്. ആ റൂളൊന്ന് എഴുതി വെക്കുക, ബോക്സിലിട്ട് വെക്കുക. മനുഷ്യനെ സൂചിപ്പിക്കുന്ന നാമം കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ് വരുന്നത് ഒരു ക്രിയയാണ് എങ്കിൽ ആ ഡാഷിൽ പൂരിപ്പിക്കാനുള്ള വാക്ക് എന്ന് പറയുന്നത് ഹൂ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഒറ്റ റൂളെ പഠിച്ചാൽ മതി. ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിക്കോളും. ഇത് പഠിക്കും. സ്പീഡ് കൂടുതലാണോ? ഞാൻ 3-4 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ്. എടാ ഇതിന്റെ ആകെ കീവേഡ് മാത്രം എഴുതി വെക്കും. നിങ്ങൾക്ക് സ്ലൈഡ് ഞാൻ തരാം. സ്ലൈഡ് തരാം, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നോട്ട് തരാം. 2 ദിവസം വൈകുന്നുള്ളൂ. നിങ്ങൾ ഫുള്ളൊന്നും ഇത് എഴുതി വെക്കണ്ട. നിങ്ങൾക്ക് അതിന്റെ കീവേഡ്സ് തരുന്ന മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോ അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാലോ. ഓക്കെ, മനുഷ്യനെ സൂചിപ്പിക്കുന്ന നാമം കഴിഞ്ഞ് ഒരു ഡാഷ് കഴിഞ്ഞ് ഒരു വെർബാണ് വരുന്നത് എങ്കിൽ ഇതേപോലെ എഴുതിയാൽ മതി. ഹ്യൂമൻ നൗൺ പ്ലസ് വെർബ് അത്ര എഴുതിയാൽ മതി. വെർബിന്റെ ഇത് ഹൂവിന്റെ കാര്യം ഇത്ര എഴുതാനുള്ളൂ. മനുഷ്യനെ സൂചിപ്പിക്കുന്ന നാമം കഴിഞ്ഞ് ഒരു ഡാഷ് കഴിഞ്ഞിട്ട് വെർബാണ് വരുന്നതെങ്കിൽ ഇവിടെ ഹൂ ആണ് എന്നുള്ളതാണ്. ക്ലിയർ ആയോ ഹൂവിന്റെ കാര്യം? ഇതൊക്കെ ഞാൻ ഇനി മോഡൽ എക്സാമിന് ഇടുമ്പോൾ തെറ്റിക്കരുത് കേട്ടോ. എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് തെറ്റിക്കരുത്. പലർക്കും ഞാൻ ക്ലാസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എക്സാമിന് ഇടുമ്പോൾ പലരും തെറ്റിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ അത് നോക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഗ്രാമർ ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് വൊക്കാബുലറി നോക്കാം. ഓക്കെ, ഗ്രാമർ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ്, 2 സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ്, 3 ഫ്രേസ് ക്ലോസ്, 4 പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് തന്നെ നൗൺ, പ്രൊനൗൺ തന്നെ റിലേറ്റീവ് പ്രൊനൗണിലെ ഹൂ. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് സ്പെല്ലിംഗ് ടെസ്റ്റിലേക്ക് നോക്കാം. കുറച്ച് വാക്കുകളുടെ സ്പെല്ലിംഗ് ഇടയ്ക്കൊക്കെ PSC ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ ഒരു 4 വാക്കുകളുടെ സ്പെല്ലിംഗ് ഒന്ന് ജസ്റ്റ് അതിന്റെ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇവിടെ നോക്കുക. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ എന്താ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ? അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? താമസം അത് തന്നെയാണ്. താമസ സ്ഥലം എന്നൊക്കെയാണ് നമ്മൾ പറയാം. അക്കോമഡേറ്റ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ താമസ സൗകര്യം എന്നൊക്കെയാണ്. അപ്പൊ ഈ അക്കോമഡേഷന്റെ വാക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള വാക്ക്, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വേർഡ് എപ്പോഴും സ്പെൽ ടെസ്റ്റിൽ വരും. അപ്പൊ അതിനകത്ത് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഓർക്കുക. 2 C ഉണ്ട്, 2 M ഉണ്ട്. അതാണ് നിങ്ങൾക്ക് തെറ്റിക്കാനുള്ളൊരിത്. ഇപ്പൊ 2 കോട്ടേജ് പണിയാനായിട്ട് 2 മേസ്തിരി എന്ന് ഓർത്താൽ മതി. 2 C 2 M അതാണ് അക്കോമഡേഷനില്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ താമസത്തിന് 2 കോട്ടേജ് ഉണ്ട്. ആ 2 കോട്ടേജ് പണിയാനായിട്ട് 2 മേസ്തിരിയാണ്. ഓക്കെ, അങ്ങനെ ഓർത്തിരുന്ന അക്കോമഡേഷന്റെ സ്പെല്ലിംഗ് കിട്ടും. അക്കോമഡേഷന് 2 കോട്ടേജ് പണിയണം, അല്ലെങ്കിൽ 2 കോട്ടേജ് ഉണ്ട്. 2 കോട്ടേജില് 2 മേസ്തിരിയാണ്. 2 M 2 C. അപ്പൊ അക്കോമഡേഷൻ എന്നുള്ളത് നമുക്ക് എഴുതാനായിട്ട് കിട്ടും. ഇതിനകത്ത് തെറ്റിക്കാന്ന് വെച്ചാൽ 1 C ഉണ്ടാവുള്ളൂ ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ 1 M ഉണ്ടാവുള്ളൂ. അതായിരിക്കും നിങ്ങൾക്ക് തെറ്റിക്കുക. അപ്പൊ വേർഡ് ഒന്ന് ജസ്റ്റ് എഴുതി പഠിക്കുക. അക്കോമഡേഷൻ എഴുതുന്ന സമയത്ത് ആലോചിക്കുക. അക്കോമഡേഷനിൽ 2 കോട്ടേജ് ഉണ്ട്. 2 കോട്ടേജ് എന്ന് വെച്ചാൽ 2 C ഉണ്ട്, 2 M ഉണ്ട്. ഓക്കെ, അക്കോമഡേഷൻ ഇനി തെറ്റുവോ? തെറ്റിക്കോ അക്കോമഡേഷൻ? PSC ചോദ്യം കേൾക്കുമ്പോ എന്നെ ഓർക്കണം. അപ്പൊ അക്കോമഡേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വാക്ക് ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റില് നോക്കുക, നമ്മൾ ഒരാളോട് വാദിക്കുക എന്ന് പറയുന്നതിനാണ് ആർഗ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ആർഗ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഉണ്ട്. ARGUE എന്നുള്ളതാണ് ആർഗ്യൂവിന്റെ സ്പെല്ലിങ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ആർഗ്യുമെന്റ് ആക്കി എഴുതുമ്പോൾ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അതിനകത്ത് ഇല്ല. ആർഗ്യുമെന്റ്
ARGUMENT ആണ്. അപ്പൊ അത് പഠിക്കാനായിട്ട് ഇങ്ങനെ ഓർക്കുക, ആർഗ്യുമെന്റിൽ എനിക്കൊരു ഇ നഷ്ടപ്പെട്ടു, വാദിച്ച് ഒരാളോട് വാദിക്കാൻ പോയി, എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു, അതിനകത്തൊരു ഇ നഷ്ടപ്പെട്ടു എന്ന് ഓർക്കാം. ഐ ലോസ്റ്റ് ആൻ ഇ ഇൻ ദ ആർഗ്യുമെന്റ്. അപ്പൊ ആർഗ്യുമെന്റിൽ ഇ ഇല്ല, ആർഗ്യൂവിൽ ഇ ഉണ്ട്, ആർഗ്യുമെന്റിൽ ഇ ഇല്ല എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ഐ ലോസ്റ്റ് ആൻ ഇ ഇൻ ദ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റിൽ ഇ നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇനി മൂന്നാമത്തെ വാക്ക് ടുഗദർ. ടുഗദർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എളുപ്പമാണ്, നമുക്കത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ടു ഗെറ്റ് ഹെർ, അവളെ കിട്ടാൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ വരുന്ന 3 വാക്കുകൾ സ്പ്ലിറ്റ് അപ്പ് ആക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ടുഗദർ നമുക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് കിട്ടും. ഓക്കെ, ടുഗദർ, ടു ഗെറ്റ് ഹെർ. ഓക്കെ, ഇനി ലാസ്റ്റ് വേർഡ് ആണ് എക്സാജറേറ്റ്. എക്സാജറേറ്റ് അല്ല എക്സാഗ്രേറ്റ് എന്നൊക്കെ പറയും അതിന്റെ പ്രൊണൗൺസിയേഷൻ. നോക്കുക, എക്സാഗ്രേറ്റില് അല്ലെങ്കിൽ എക്സാജറേറ്റില് 2 G ആണുള്ളത്. എക്സാജറേറ്റ് 2 G ആണുള്ളത്. ഓക്കെ, അപ്പൊ 2 G എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ കോച്ചാണ് ഗൗതം ഗംഭീർ എന്ന് പറയുന്ന ഒരു പഴയ കളിക്കാരൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചാണ് എക്സാജറേറ്റ്. പുള്ളി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ എക്സാജറേറ്റ്, ധോണിനെ കുറിച്ചിട്ടൊക്കെ കുറെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എക്സാജറേറ്റ് ചെയ്ത് പറയുക എന്നുള്ളതൊക്കെ പുള്ളിനൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ വെക്കുക, ചുമ്മാ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന്. അപ്പൊ അത് പറയാ, ഗൗതം ഗംഭീറിനകത്ത് 2 G ഇല്ലേ, ജി എന്നാ വിളിക്കുന്നത് ഷോർട്ടായിട്ട്. ഗൗതം ഗംഭീർ ലവ്സ് ടു എക്സാജറേറ്റ് എന്ന് പറയാം. അപ്പൊ 2 G ഉണ്ട് എന്നുള്ളതാണ് എക്സാജറേറ്റിൽ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എക്സാജറേറ്റ് 2 G ഉണ്ട്, ടുഗദർ, ആർഗ്യുമെന്റ്, അക്കോമഡേഷൻ. ഓക്കെ, ഇത്രയും 4 വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഏരിയാസ് ഒന്നും കൂടി പറയേണ്ടതുണ്ടോ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ സെന്റൻസ് ആണ്, അതിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആണ്, ഫ്രേസും ക്ലോസും ആണ്. ഫ്രേസും ക്ലോസും കഴിഞ്ഞിട്ട് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചില് നൗൺ, പ്രൊനോൺ, പ്രൊനോണിൽ തന്നെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ നോക്കി, അതിന്റെ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവ് കേസും നോക്കി. പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കിയത് റിലേറ്റീവ് പ്രൊനോൺ, അതിനകത്ത് ഹൂ, പിന്നെ സ്പെൽ ടെസ്റ്റ്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കവർ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക, ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്നാ നമുക്ക് ക്ലാസ് നിർത്താം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്കഷൻ റൂമിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം.